Okay, so I'll begin by introducing myself. എൻ്റെ പേര് ഹംന. ഞാനായിരിക്കും നിങ്ങളുടെ EP ഫാക്കൽറ്റി, അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വീക്ക്ലി ലൈവ് സെഷൻസ് എന്ന് പറഞ്ഞില്ലായിരുന്നോ, അത് ഹാൻഡിൽ ചെയ്യുന്നത് ഞാനായിരിക്കും. സോ ഞാൻ ഡൽഹി ജാമിയ മില്ലിയ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PG കഴിഞ്ഞ ആളാണ്. എൻ്റെ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ സൈക്കോളജിയാണ്. ബട്ട് 4 years ആയിട്ട് ഈ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് ട്രെയിനിങ് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. ഓക്കെ, സോ ഐ ആം extremely happy to see you all. ഈ ഒരു 500 പാർട്ടിസിപ്പൻസിനെ ഇവിടെ കാണാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. ഓക്കെ, ഇതിൽ ഐ തിങ്ക് മേ ബി EP1 അറ്റൻഡ് ചെയ്ത് റിട്ടേൺ ചെയ്ത് കുറച്ചും കൂടി ഇംപ്രൂവ് ചെയ്യാൻ റിട്ടേൺ ചെയ്തവരുണ്ടാവും. ബട്ട് ഐ തിങ്ക് അധികവും പുതുതായി വന്നവരായിരിക്കും. ഓക്കെ, സോ ഐ വെൽക്കം യു ഓൾ. ഓക്കെ, സോ നമുക്ക് ജസ്റ്റ് ഇതുവരെ ലിൻസി മാമും റെയ്സറും അബേ സാറൊക്കെ നമ്മുടെ അടുത്ത് പറഞ്ഞത് ഇതിന്റെ ഒരു ഫങ്ഷണൽ സൈഡാണ്. നമ്മൾക്ക് ഇനി EP-യുടെ വർക്കിംഗ് എങ്ങനെയാണ്, EP നിങ്ങൾക്ക് എന്തൊക്കെ തരും എന്നവർ പറഞ്ഞു. ഈ EP-യുടെ വർക്കിംഗ് എങ്ങനെയായിരിക്കും എന്ന് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ വിൽ ബിഗിൻ. ആൻഡ് ഞാൻ പറയുന്നതിന്റെ ഇടയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ, ഐ തിങ്ക് ഞാൻ ഡൗട്ട് ചോദിക്കാൻ ടൈം തരാം. ബിക്കോസ് ഇവിടെ 500 ആൾക്കാർ ഉള്ളതുകൊണ്ട് തന്നെ മേ ബി ഞാൻ മെസ്സേജസ് മിസ് ഔട്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഡൗട്ട്സ് ചോദിക്കാൻ, ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ലാസ്റ്റ് ഒരു ടൈം തരാം കേട്ടോ. അപ്പൊ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി ബെറ്റർ. ഓക്കെ, സോ വിൽ സ്റ്റാർട്ട്. ഇത് നമ്മൾ പറഞ്ഞു EP1 ഇസ് ഓവർ. ആൻഡ് ഇതൊരു എന്താണ്, ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായിരിക്കും. ഇപ്പൊ വീക്ക്ലി നമ്മൾ സെഷൻസ് ചെയ്ത് അല്ലെങ്കിൽ ഡെയിലി സെഷൻസ് ചെയ്ത് വീക്ക്ലി വൺസ് മാത്രം ഈ ഒരു ലൈവ് സെഷനിലൂടെ ഇംപ്രൂവ് ചെയ്യാൻ പറ്റുമോ എന്ന് ഡൗട്ട് ഉള്ളവർക്ക് ഇവിടെ ഓൾറെഡി നമ്മൾ EP1 അത് പ്രൂവ് ചെയ്തതാണ്. ഓക്കെ, അറൌണ്ട് 250 പാർട്ടിസിപ്പൻസ് ആയിരുന്നു റെഗുലർ ആയിട്ട് അറ്റൻഡ് ചെയ്തിരുന്നത്. ആൻഡ് എല്ലാവരും ഇംപ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ കുറച്ച് ആൾക്കാർ വളരെ പ്രൊഫിഷ്യന്റ് ആയിട്ടുണ്ടായിരുന്നു. ദാറ്റ് ഇസ് ഫ്രം ദ സ്ക്രാച്ച്, ബേസിക്സ് പോലും ഇല്ലാത്തവര് ലാസ്റ്റ് ആയപ്പോ എന്താണ്, കഥ എഴുതുകയും കവിത എഴുതുകയും നമ്മളൊരു ലാംഗ്വേജിൽ, അത് മലയാളത്തിലാവട്ടെ ഇംഗ്ലീഷിലാവട്ടെ ഉറുദുവിലാവട്ടെ ഹിന്ദിയിലാവട്ടെ ഏതൊരു ലാംഗ്വേജിലും നമ്മളൊരു കഥയും കവിതയൊക്കെ എഴുതേണ്ട ഒരു ലെവലിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ യു ക്യാൻ ഇമാജിൻ അല്ലെ, എന്താണ്, വെറുതെ ഒരു പോം ആയിരുന്നില്ല. കൃത്യമായ റൈമിങ് സ്കീം ഉള്ള, കൃത്യമായി എന്താണ് പോയറ്റിക് ഡിവൈസസ് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള പോംസ് ആയിരുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഡൗട്ട് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ കീപ്പ് അവേ ദാറ്റ്. അങ്ങനെ ഒരു ഡൗട്ടിന്റെ ആവശ്യമേ ഇല്ല. ഓക്കെ, ആൻഡ് ഇവിടെ വാട്ട് മാറ്റേഴ്സ് മോസ്റ്റ് ഇസ് യുവർ എഫേർട്ട്. ലേൺ വൈസ് ടീമിന്റെ അല്ലെങ്കിൽ EP ടീമിന്റെ ഭാഗത്തു നിന്നുള്ള മാക്സിമം എഫേർട്ട് ഞങ്ങൾ ഇടുന്നുണ്ട്. ഡെയിലി ടാസ്കുകളായിട്ടും അസസ്മെന്റ്സ് ആയിട്ടും ലൈവ് സെഷൻസ് ആയിട്ടും നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ അഷ്യൂർ ചെയ്യുന്നുണ്ട്. ഇനി വേണ്ടത് എന്താണ്, നമുക്കൊരു ഡോർമൽ മുട്ടാനേ പറ്റുള്ളൂ. അത് തുറക്കുക എന്നുള്ള ഒരു പ്രോസസ്സ് നിങ്ങൾ തന്നെ ചെയ്യണം. സോ നിങ്ങൾ ഫ്രം വിത്തിൻ യു എത്ര എഫേർട്ട് ഇടുന്നു എന്നുള്ളത് മാറ്റേഴ്സ് എ ലോട്ട്. ബിൻഷ ഇവിടെയുള്ള എല്ലാവരും ന്യൂ മെമ്പേഴ്സ് ആണ് കേട്ടോ. മേ ബി കുറച്ച് പേര് EP1 അറ്റൻഡ് ചെയ്തവരുണ്ടാവും. ബാക്കി ഐ തിങ്ക് ഇതിലൊരു 90% ആൾക്കാരും പുതിയ ആൾക്കാരാണ്. ഐ കെൻ സീ സം ഫെമിലിയർ നെയിംസ്. ഐ തിങ്ക് അമീന ഇസ് ഹിയർ, സംഗീത ഇസ് ഹിയർ, മറിയം ഇസ് ഹിയർ. അങ്ങനെ കുറച്ച് ഫെമിലിയർ അറിയുന്നവരുണ്ട് ഇവിടെ. EP1 കഴിഞ്ഞ് ദേ ആർ റിട്ടേണിംഗ് പാർട്ടിസിപ്പൻസ്. ഓക്കെ, സോ ഇതൊരു 150 days പ്രോഗ്രാം ആണ്. ഓക്കെ, ഇതിൽ നമുക്ക് സൺഡേസോ പബ്ലിക് ഹോളിഡേസോ ഒന്നും ലീവായിട്ട് വരില്ല കേട്ടോ. EP ഇസ് എ കോൺസ്റ്റന്റ് തിങ്. ഓക്കെ, ഗാന്ധി ജയന്തി ആവട്ടെ, ഓണം ആവട്ടെ, പെരുന്നാൾ ആവട്ടെ, ക്രിസ്മസ് ആവട്ടെ, നമ്മൾക്ക് ഒന്നിനും ലീവ് വരില്ല. ബിക്കോസ് ഡെയിലി ടാസ്കുകൾ എല്ലാം തന്നെ 15 to 20 minutes, ചിലതൊന്നും 15 minutes പോലും എടുക്കില്ല. സോ അതിന്റെ പേരിൽ സൺഡേസ് ലീവ് ഇല്ല, നമുക്ക് പബ്ലിക് ഹോളിഡേസ് സെലിബ്രേഷൻസ് ഒന്നും തന്നെ നമ്മൾ ലീവ് ആക്കിയിട്ടില്ല. ദിസ് 150 days എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിരിക്കും. ഓക്കെ, സോ നമ്മൾ EP-യുടെ ഒബ്ജക്റ്റീവ്സ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ് എന്നുള്ളത് നോക്കാം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ചെയ്യുന്നത് അസസ് ആൻഡ് എൻഹാൻസ് യുവർ ഇംഗ്ലീഷ് പ്രൊഫിഷ്യൻസി. നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് അസസ്മെന്റ് നടത്തും. ഇപ്പോൾ EP സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ദിസ് ഇസ് ദി ലോഞ്ചിങ് ആൻഡ് ഓറിയന്റേഷൻ സെഷൻ ആണിത്. നമ്മളൊരു പ്രീ അസസ്മെന്റ്, EP സെഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊരു പ്രീ അസസ്മെന്റ് നടത്തും. ആൻഡ് ഓൾസോ ആഫ്റ്റർ ദിസ് 150 days നമ്മൾ വീണ്ടും ഒരു അസസ്മെന്റ് നടത്തും. ഓക്കെ, സോ ഈ ഒരു പ്രീ അസസ്മെന്റിൽ നിന്ന് നിങ്ങൾ ഏത് ലെവലിലാണ് നിൽക്കുന്നത് എന്ന് മനസ്സിലാവും. ആൻഡ് നമ്മൾ ഈ EP സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ബേസിക് ലെവലിൽ നിന്ന് തന്നെയായിരിക്കും. ഓക്കെ, സോ ഈവൻ ഇഫ് നിങ്ങൾ ബേസിക്സ് പോലും ഇല്ല, ആകെ A to Z അതായത് ആൽഫബറ്റ്സ് മാത്രം അറിയുന്ന ആൾക്കാരാണെങ്കിൽ പോലും കാച്ചപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെയാണ് ഈ EP എന്ന് പറയുന്നത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. നെക്സ്റ്റ്, മാസ്റ്റർ ഇംഗ്ലീഷ് ലൈക്ക് എ നേറ്റീവ് സ്പീക്കർ. അതായത് ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട്, നമുക്ക് ഇംഗ്ലീഷിൽ അവർ പറഞ്ഞൊപ്പിക്കും. പക്ഷെ വെൻ കമ്മിങ് ടു റൈറ്റിംഗ്, നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ വേറൊരു ലാംഗ്വേജ് ഓപ്ഷൻ ഇല്ല. ഇംഗ്ലീഷ് മാത്രമാണ് നിങ്ങളുടെ എക്സാം മീഡിയം. ഓക്കെ,
നിങ്ങൾക്ക് ക്ലാസ്സസ് മലയാളത്തിൽ കിട്ടുന്നത് കൊണ്ട് വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ബട്ട് വെൻ ഇറ്റ് കംസ് ടു റൈറ്റിംഗ് ചിലർക്ക് പറഞ്ഞൊപ്പിക്കാൻ പറ്റും. നമ്മൾ സംസാരിക്കുമ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ നമുക്ക് ആക്ഷൻസും കൂടെ കാണിക്കാൻ പറ്റും സംസാരിക്കുമ്പോൾ. ചില വാക്കുകൾ കിട്ടിയില്ലെങ്കിലും ആംഗ്യം കാണിച്ചും അല്ലെങ്കിൽ എങ്ങനെയെങ്കിലൊക്കെ പറഞ്ഞ് ഒപ്പിക്കാൻ പറ്റും. ബട്ട് വെൻ കമ്മിങ് ടു റൈറ്റിംഗ് അങ്ങനെയല്ല. വി നീഡ് നമ്മൾ ഈ പറയുന്നത് പോലെ പറയുമ്പോൾ നമ്മൾ വിക്കി പക്ഷെ എഴുതുമ്പോൾ അത് പറ്റില്ലല്ലോ. ആൻഡ് ഓൾസോ എക്സാം എന്ന് പറയുന്നത് ടൈം ഉണ്ട്, ടൈം ലിമിറ്റിനുള്ളിൽ തീർക്കണം. യെസ്, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരും ഉണ്ട്. ചിലർക്ക് എഴുതാൻ പറ്റും, സംസാരിക്കാൻ പറ്റില്ല. അങ്ങനത്തെ ആൾക്കാരെ ഞാൻ മനസ്സിലാക്കിയേക്കുന്നത് എന്താണ്, ലാംഗ്വേജ് ഇല്ലാഞ്ഞിട്ടല്ല, കോൺഫിഡൻസ് ഇല്ലാഞ്ഞിട്ടാണ്. ഓക്കെ, സോ നമ്മൾ EEP എല്ലാം നോക്കും. വിൽ ബി ലുക്കിംഗ് ഇൻ ടു റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. അതായത് ഇംഗ്ലീഷിൽ എങ്ങനെ തിങ്ക് ചെയ്ത് വരും എന്നുള്ളത്. നമ്മൾ മലയാളത്തിലെ സെന്റൻസുകൾ നേരെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് നമ്മുടെ മലയാളത്തിലെ സെന്റൻസ് സ്ട്രക്ചറും ഇംഗ്ലീഷിലെ സെന്റൻസ് സ്ട്രക്ചറും ഡിഫറൻസ് ഉണ്ട്. സോ ഇംഗ്ലീഷിൽ എങ്ങനെ തിങ്ക് ചെയ്യും, റൈറ്റ് ചെയ്യും, ഹൗ ടു മേക്ക് ഇറ്റ് ടു സ്പീക്കിംഗ് എന്നുള്ള എല്ലാ ആസ്പെക്ട്സും നമ്മൾ കവർ ചെയ്യും. ഓക്കെ, then next is boost confidence for academic and professional success. That is, ഇവിടെ പലരുടെയും ഞാൻ EEP 1 മനസ്സിലാക്കിയത് അതായിരുന്നു. ഏറെക്കുറെ എല്ലാവർക്കും ബേസിക്സ് ഉണ്ടായിരുന്നു. എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത് ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. നേരത്തെ പറഞ്ഞ പോലെ 10th 12th അല്ലെങ്കിൽ ഡിഗ്രി വരെയൊക്കെ ഇംഗ്ലീഷിൽ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച ആൾക്കാരാണ്. പക്ഷെ എന്താണ്, അത് യൂസ് ചെയ്യാത്തത് കൊണ്ട് കോൺഫിഡൻസ് ഇല്ല. സോ ഇവിടെ എന്താണ്, നമ്മള് ലൈവ് സെഷൻസിൽ സ്പീക്കപ്പ് ചെയ്യാൻ ചാൻസുകൾ തരികയും അതുപോലെ നിങ്ങളുടെ ഒരു ബിഗിനിങ് ബേസിക് ഡെയിലി ടാസ്കുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടും ഒക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനുണ്ടാവും. ഓക്കെ, സോ അതിലൂടെ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് അതുപോലെ പേഴ്സണൽ ആൻഡ് പ്രൊഫഷണൽ സക്സസ്. നമ്മൾ പ്രൊഫഷണൽ സ്പീക്കിങ്ങിന് മാത്രമുള്ള ഇംഗ്ലീഷ് അല്ല, നിങ്ങളുടെ ഒരു പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ, അതുപോലെ തന്നെ പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ. നമ്മൾ എന്താണ്, ഇമെയിൽ റൈറ്റിംഗ്, ഇന്റർവ്യൂ, അതുപോലെ റിസർച്ചിന് വേണ്ടിയിട്ടുള്ള ബേസിക് ഒരു റിസർച്ച് പ്രപ്പോസൽ എങ്ങനെയാണ് തയ്യാറാക്കുക എന്നിങ്ങനെയുള്ള അക്കാഡമിക് ഏരിയയിലുള്ള കാര്യങ്ങൾ, പ്രൊഫഷണൽ ഏരിയയിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മൾ ഇൻഫോർമൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫ്രണ്ട്സിന്റെ ഇടയിലും ഫാമിലിയുടെ ഇടയിലൊക്കെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ടേംസും ടെർമിനോളജീസ് ഒക്കെ എന്നിങ്ങനെയുള്ള ഒരു ഓവറോൾ എല്ലാം നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. Okay, the next is measure success and certify your progress. Towards the end of the program, you will be assessed and you will be certified. നിങ്ങൾ ബേസിക് ലെവൽ ആണോ, ഇന്റർമീഡിയറ്റ് ലെവൽ ആണോ, പ്രൊഫിഷ്യന്റ് ലെവൽ ആണോ എന്നുള്ളത് സർട്ടിഫൈഡ് ആയിരിക്കും. പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ അത് കിട്ടില്ല. ഓൺലി ദോസ് ഹു അറ്റൻഡ് ദ അസസ്മെന്റ്. ഓക്കെ, അസസ്മെന്റ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരും അതിലൊരു ക്വാളിഫിക്കേഷൻ മാർക്ക് അല്ലെങ്കിൽ ഒരു കട്ട് ഓഫ് സ്കോർ ഉണ്ടാവും. ആ കട്ട് ഓഫ് സ്കോറിന് മുകളിൽ സ്കോർ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും ബേസിക് ലെവൽ ആണോ, ഇന്റർമീഡിയറ്റ് ലെവൽ ആണോ, പ്രൊഫഷ്യൻ ലെവൽ ആണോ എന്നുള്ളത് സർട്ടിഫൈഡ് ആയിരിക്കും. ആൻഡ് ദ സർട്ടിഫിക്കറ്റ് കൗണ്ട്സ്. നിങ്ങൾ എപ്പോഴെങ്കിലും ഒരു ജോബിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത്, ഇന്നിപ്പോ നമ്മുടെ നാട്ടിൽ തന്നെയാണെങ്കിൽ പോലും ഫ്ലുവൻസി ഇൻ ഇംഗ്ലീഷ് പ്രിഫേർഡ് എന്ന് കാണാം. ഓക്കെ, ഇംഗ്ലീഷ് ഫ്ലുവൻസി അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യൻസി ഉള്ള ആൾക്കാർക്ക് കൂടുതൽ പ്രിഫർ ചെയ്യപ്പെടുന്നുണ്ടെന്ന്. ഓക്കെ, സോ ഇങ്ങനെയുള്ള ഒരു കാലത്ത് അല്ലെങ്കിൽ ഇൻ ദ ടുഡേ വേൾഡ് ഇങ്ങനെ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങളെ ഷുവർലി ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ഡെയിലി ആക്ടിവിറ്റീസ് ചെയ്ത് എല്ലാ വീക്കിലെയും എല്ലാ ആക്ടിവിറ്റീസും ചെയ്ത് എല്ലാ ലൈവ് സെഷൻസും അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അസസ്മെന്റ്സ് ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ്. ഓക്കെ, നമ്മളുടെ ഇതായിരുന്നു 4 ഒബ്ജക്റ്റീവ്സ് നമ്മളിപ്പോ പറഞ്ഞു. EEP കൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണ്, അല്ലെങ്കിൽ വാട്ട് ക്യാൻ യു എക്സ്പെക്ട് ഫ്രം EEP എന്നുള്ളതാണ് ഞാൻ ഇത്രയും നേരം പറഞ്ഞത്. ഇൻ EEP ജേർണി, നമ്മുടെ EEP 2.0 എന്നുള്ള ജേർണി എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. ഓക്കെ, ദാറ്റ് ഇസ് ഓക്കെ. ഫേസ് 1 ഇസ് ഫൗണ്ടേഷൻ ബിൽഡിംഗ്. ഓക്കെ, ഇത് എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യും, പിന്നീട് ആ ഫൗണ്ടേഷനെ നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കും. ദെൻ പ്രൊഫിഷ്യൻസി ആൻഡ് ആപ്ലിക്കേഷൻ. Phase 4 is review and assessment and phase 5 is certification. The detailed right I'll tell you. നമ്മൾ പറഞ്ഞു EEP ലെവൽ അസസ്മെന്റ് ഉണ്ട്. അത് നമ്മളിപ്പോ നിങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസ് EEP 2.0 സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഇസ് ഓൺ ഫ്രൈഡേ. ഓക്കെ, ഫ്രൈഡേ തൊട്ടായിരിക്കും നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ ആസ് വെൽ ആസ് നിങ്ങളുടെ ആപ്പ് ത്രൂ നിങ്ങൾക്ക് നിങ്ങളുടെ ഡെയിലി ടാസ്കുകൾ ലഭ്യമാവുന്നത് ഫ്രൈഡേ തൊട്ടായിരിക്കും. ദാറ്റ് ഇസ് ഫ്രം 16th. സോ ആ ഡെയിലി ടാസ്കുകൾ നിങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് ബൈ ടുഡേ നൈറ്റ് അല്ലെങ്കിൽ നാളെ ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അസസ്മെന്റ് ലഭിക്കും. ദാറ്റ് ഇസ് ലെവൽ അസസ്മെന്റ്. നിങ്ങൾ ബേസിക് ആണോ നിൽക്കുന്നത്, അതോ ബിലോ ബേസിക് ആണോ, ആവറേജ് ആണോ, ഇന്റർമീഡിയറ്റ് ആണോ, ഇൻഡിപെൻഡന്റ് യൂസർ ആണോ, പ്രൊഫിഷ്യന്റ് ആണോ എന്ന് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കും. ബിക്കോസ് എന്താണ്, EEP നിങ്ങൾക്ക് വേണ്ട രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. സോ ഏറ്റവും കൂടുതൽ ആൾക്കാർ ലാക്ക് ചെയ്യുന്നത് എന്താണ്, ഗ്രാമർ ആണോ, സെന്റൻസ് സ്ട്രക്ചറിങ് ആണോ, വൊക്കാബുലറി ആണോ, ലിസണിങ് സ്കിൽ ആണോ, റൈറ്റിംഗ് സ്കിൽ ആണോ, എന്താണെന്ന് മനസ്സിലാക്കി EEP നിങ്ങൾക്ക് വേണ്ട രീതിയിലായിരിക്കും നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. ഓക്കെ,
സോ അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായും ലെവൽ അസസ്മെന്റ് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, ഇതാണ് ജസ്റ്റ് ഇങ്ങനെയായിരിക്കും. അതൊരു ഗൂഗിൾ ഫോം ആയിരിക്കും. നിങ്ങളുടെ മെന്റേഴ്സ് ത്രൂ നിങ്ങൾക്ക് ഇന്ന് രാത്രി തൊട്ടോ അല്ലെങ്കിൽ നാളെ തൊട്ടോ നിങ്ങൾക്ക് അത് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ഇത് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതുവരെ ഗൂഗിൾ ഫോമിൽ ഇങ്ങനെ ഒന്നും ഫില്ല് ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ വീട്ടിൽ ആരെങ്കിലും ഒന്ന് ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ ജസ്റ്റ് ബിഗിനിങ് അവരെ ഒന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യാൻ അവരോടൊന്ന് ഹെൽപ്പ് ചോദിക്കുക. ആൻഡ് മേക്ക് ഷുവർ നിങ്ങൾക്ക് സാമ്പിൾ ഒരു 1.5 hour സമയം നിങ്ങളുടെ കയ്യിലുള്ളപ്പോൾ മാത്രം ഇതിനിരിക്കുക. അതായത് ഹാഫ് ചെയ്തിട്ട് പിന്നെ വന്ന്, ബിക്കോസ് ഇത് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ യു കാൺ അറ്റൻഡ് അഗെയിൻ. ഓക്കെ, സോ സ്റ്റേബിൾ ഇന്റർനെറ്റും അതുപോലെ നിങ്ങൾക്ക് ഒരു ടൈം ഉള്ളപ്പോൾ അത് എത്രയും പെട്ടെന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഈ അസസ്മെന്റിൽ ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. അത് 3 പാർട്സ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇസ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. അതിൽ 30 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടായിരിക്കുക. എല്ലാ ക്വസ്റ്റ്യനും നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് ഉണ്ടായിരിക്കും. യു ക്യാൻ ചൂസ് ദ കറക്റ്റ് ആൻസർ. ആ ഒരു രീതിയിലായിരുന്നു നമ്മുടെ ഇതുള്ളത്. ഓക്കെ, സോ ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി ആണ്. അതിൽ 30 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നെക്സ്റ്റ് ഇസ് റീഡിംഗ് കോംപ്രിഹെൻഷൻ. റീഡിംഗ് കോംപ്രിഹെൻഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 3 പാസേജ് തന്നിട്ടുണ്ട്. 3 ഷോർട്ട് പാസേജ് തന്നിട്ടുണ്ടാവും. ഓരോ പാസേജിൽ നിന്ന് 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ ആ പാസേജ് വായിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ആ ക്വസ്റ്റ്യൻസ് ഫിൽ ചെയ്യുക. ദെൻ ലിസണിംഗ് കോംപ്രിഹെൻഷൻ അഗെയിൻ 12 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, ഇതിൽ അധികം ക്വസ്റ്റ്യൻസ് MCQs ആണ്. കുറച്ച് ട്രൂ ഓർ ഫാൾസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്നിങ്ങനെയുള്ള എല്ലാ രീതിയിലും ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, സോ ഇങ്ങനെയാണ് നമ്മളുടെ ലെവൽ അസസ്മെന്റ് പോകുന്നത്. ഇത് ഓക്കെ ആണോ? ലെവൽ അസസ്മെന്റ് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് ചോദിക്കോ. ഇൻ കേസ് നിങ്ങൾക്ക് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ട് ഉണ്ടെങ്കിൽ യുവർ മെന്റേഴ്സ് വിൽ ഷുവർലി ഹെൽപ്പ് യു. ഓക്കെ, ആൻഡ് ഇത് 4 പേജസ് ആയിട്ടാണ് ഉള്ളത്. അതായത് ഫസ്റ്റ് പേജിൽ നിങ്ങളുടെ ബേസിക് ഡീറ്റെയിൽസ്, ദാറ്റ് ഇസ് നെയിം, നമ്പർ, ഇമെയിൽ ID, അതാണ് ഇത് ചോദിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പൊ നിങ്ങളുടെ ഗ്രാമർ ആൻഡ് വൊക്കാബുലറി പേജിലേക്ക് പോകും. അത് കഴിഞ്ഞ് വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ റീഡിംഗ് കോംപ്രിഹെൻഷന്റെ പേജിലേക്ക് പോകും. വീണ്ടും നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ലിസണിംഗ് കോംപ്രിഹെൻഷന്റെ പേജിലേക്ക് പോകും. ഫൈനലി സബ്മിറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ഉത്തരം അറിയില്ലെങ്കിൽ പോലും എല്ലാം MCQ ആയതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒന്ന് ക്ലിക്ക് ചെയ്യേണ്ടതുണ്ട് കേട്ടോ. ഒന്നും ബ്ലാങ്ക് ആക്കിയിട്ടാൽ നിങ്ങൾക്ക് നെക്സ്റ്റിലേക്ക് പോകാൻ സാധിക്കില്ല. ഓക്കെ, സോ എല്ലാം കമ്പൽസറി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ, അത് ശ്രദ്ധിക്കണേ. നിങ്ങൾ ഏതെങ്കിലും ബ്ലാങ്ക് ആക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിലേക്കുള്ള ആക്സസ് കിട്ടില്ല. എല്ലാം ഫിൽ ചെയ്ത് പോയാൽ മാത്രമാണ് അടുത്ത പേജിലേക്ക് പോകാൻ പറ്റുള്ളൂ. സോ അതൊന്ന് ശ്രദ്ധിക്കുക, കീപ് ഇൻ മൈൻഡ്. ആൻഡ് നിങ്ങൾക്ക് ഇതിൽ എപ്പോഴാണോ ഈ ഒരു അസസ്മെന്റ് കിട്ടുന്നത് കഴിയുന്നതും വേഗം തന്നെ നിങ്ങളുടെ 16th നിങ്ങളുടെ ഡെയിലി ടാസ്കുകൾ സ്റ്റാർട്ട് ചെയ്യുക. സോ അതിന് മുമ്പായിട്ട് തന്നെ ബൈ 14 and 15 തന്നെ നിങ്ങളത് ചെയ്ത് തീർക്കുക. ഓക്കെ, ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളെ തന്നെ അസസ് ചെയ്യാൻ ഞങ്ങൾക്കും മനസ്സിലാവും, അതോടൊപ്പം തന്നെ നിങ്ങൾക്കും നിങ്ങളുടെ ഒരു ലെവൽ മനസ്സിലാവും. ഓക്കെ, വേറൊരു കാര്യം ശ്രദ്ധിക്കുക. ഓക്കെ, ഞാൻ നെക്സ്റ്റ് സ്ലൈഡിൽ ജസ്റ്റ് ഓക്കെ. ദെൻ പർപ്പസ് ആൻഡ് എക്സലൻസ് ഇൻ അസസ്മെന്റ്. ദിസ് ഇസ് നിങ്ങളുടെ ഏത് ലെവലിലാണ് നിങ്ങൾ നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കി നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് പ്രോഗ്രാം ഡിസൈൻ ചെയ്യാനാണ് എന്ന് പറഞ്ഞു. സോ ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഉള്ളൊരു അസസ്മെന്റ് ആയിട്ട് എടുക്കുക. ഓക്കെ, ആൻഡ് നേരത്തെ ഇവിടെ അബൈസറും റേസറും ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പ്രോഗ്രാം നിങ്ങൾക്ക് കോംപ്ലിമെന്ററി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് തരുന്നത്. ഇത് എല്ലാവരും തന്നെ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഇത് അത്രയും ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് ഇത് ഫ്രീ ആയിട്ട് തരുന്നത്. ഓക്കെ, ഇമ്പോർട്ടന്റ് അല്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ ലേൺ വൈസിലുള്ള എല്ലാവരും തന്നെ ഇംഗ്ലീഷിൽ പ്രൊഫിഷ്യന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഈ ഒരു സ്കില്ലും കൂടി, ഈ ഒരു ലാംഗ്വേജ് സ്കില്ലും ലാംഗ്വേജ് എബിലിറ്റി കൂടി നിങ്ങളിൽ വേണം എന്നുള്ളത് കൊണ്ടാണ് ഇത് നിങ്ങൾക്ക് കോംപ്ലിമെന്ററി ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ, EEP ഗ്രേഡിംഗ് സ്കെയിൽ, അതായത് നിങ്ങളുടെ ഇപ്പോ ഈ ഒരു ലെവൽ അസസ്മെന്റ് വെച്ചിട്ട് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ സ്കോർസ് കാണാൻ സാധിക്കും. ദാറ്റ് ഇസ് ഒരു നമ്മൾ പറഞ്ഞ ടോട്ടൽ 60 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സോ 60 മാർക്കാണ് ടോട്ടൽ. 85% to 100% സ്കോർ ചെയ്യുന്നവരെ, ദാറ്റ് ഇസ് ബിറ്റ്വീൻ 51 to 60 സ്കോർ ചെയ്യുന്നവരെ പ്രൊഫിഷ്യന്റ് യൂസർ ആയിട്ടാണ് കണക്കാക്കുക. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ലെവൽ അസസ്മെന്റ് വളരെ ബേസിക് ആണ്. ഇറ്റ്സ് എ വെരി ബേസിക്. സോ ഇതിൽ നിങ്ങൾക്ക് റിസൾട്ട് ആയിട്ട് പ്രൊഫിഷ്യന്റ് യൂസർ എന്ന് കിട്ടിയാൽ ദാറ്റ് ഡസന്റ് മീൻ നിങ്ങൾ എല്ലാം ഇംഗ്ലീഷിൽ പെർഫെക്റ്റ് ആണ് എന്നതായിട്ട് നിങ്ങൾ കണക്കാക്കേണ്ടതില്ല. ഓക്കെ, ബിക്കോസ് ഈ ഒരു ലെവൽ അസസ്മെന്റ് വളരെ ബേസിക് ആയിട്ടുള്ളതായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, ബിക്കോസ് ഓൾറെഡി പറഞ്ഞു ഒരുപാട് ഗ്യാപ്പ് ഇയർ നേരത്തെ ഞാൻ ചാറ്റ് ബോക്സിൽ കണ്ടു. 6 years 7 years ആരോ 30 years പറഞ്ഞു. സോ അതുകൊണ്ട് അങ്ങനെ അത്രയും ആദിത്യ, ഇത് നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഇന്ന് നൈറ്റ് ആഫ്റ്റർ ദിസ് സെഷൻ അവൈലബിൾ ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ തൊട്ട് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ മെന്റേഴ്സ് നിങ്ങളുടെ അടുത്തേക്ക് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഓക്കെ,
സോ നിങ്ങൾക്ക് എപ്പോഴാണോ കിട്ടുമ്പോൾ അത് വേഗം തന്നെ ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രൊഫിഷ്യന്റ് യൂസർ ആണ് എങ്കിൽ ഇനി ഈ സെഷൻ അറ്റൻഡ് ചെയ്യണ്ട എന്നല്ലാട്ടോ അതിന്റെ അർത്ഥം. പ്രൊഫിഷ്യന്റ് യൂസർ മീൻസ് നിങ്ങൾക്ക് എല്ലാ ബേസിക്സും ഉണ്ട് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്. ഓക്കെ, ഇൻഡിപെൻഡന്റ് യൂസർ ദാറ്റ് ഇസ് who scores 40 between 42 to 50, അതായത് 70 to 84% ആണെന്നുണ്ടെങ്കിൽ ഇൻഡിപെൻഡന്റ് യൂസർ, അതായത് പെർഫെക്റ്റ് ബേസിക്സ് പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും എന്താണ് നമ്മൾ പറഞ്ഞൊപ്പിക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ സാധിക്കുന്നവർ. ദെൻ ബേസിക് യൂസർ ഇസ് ഫ്രം സ്കോർ 31 to 40. സ്കോർ ബിലോ 30 ആണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു റിയലി നീഡ് ടു പുട്ട് എക്സ്ട്രാ എഫേർട്ട്. നിങ്ങൾ വളരെയധികം ഇംപ്രൂവ് ചെയ്യേണ്ടതുണ്ട്. ടൈം ഡ്യൂറേഷൻ അല്ലേ, ഓക്കെ, ഇത് നിങ്ങളുടെ ഫസ്റ്റ് അസസ്മെന്റ് ആൻഡ് ലെവൽ അസസ്മെന്റ് ആയതുകൊണ്ട് തന്നെ പക്ഷെ നിങ്ങൾക്ക് ഒരു 1 hour അല്ലെങ്കിൽ ലെസ് ദാൻ 1 hour തീർക്കാൻ പറ്റിയ ഒരു അസസ്മെന്റ് ആണ്. ഓക്കെ, നിങ്ങൾ ബേസിക്സ് ഉള്ളവരാണെങ്കിൽ വേഗം തന്നെ തീർക്കാൻ പറ്റിയ അസസ്മെന്റ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിന്റെ ഫേസസ് 5 ഫേസ് ആയിട്ട് നമ്മൾ പറഞ്ഞു. സോ ഓരോ ഫേസിലും നമ്മൾ എന്താണ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഇസ് ഫൗണ്ടേഷൻ ബിൽഡിംഗ്, ദാറ്റ് ഇസ് മാസ്റ്റർ ദ എസെൻഷ്യൽസ് ഓഫ് ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് വൊക്കാബുലറി. ഏറ്റവും ബേസിക് ആയിട്ട്, അതായത് ഇംഗ്ലീഷിൽ സെന്റൻസ് സ്ട്രക്ചറിങ് എങ്ങനെയാണ്, അതുപോലെ നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യേണ്ട വൊക്കാബുലറീസ്, ടെൻസസ്, പാസ്റ്റ് ടെൻസ്, പ്രസന്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ് എന്നിങ്ങനെയുള്ള വളരെ, അതായത് ഇംഗ്ലീഷിന്റെ ABC. ഓക്കെ, ദാറ്റ് ഇസ് വെരി ബേസിക്സ് ആയിരിക്കും നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡിംഗ്. ഇവിടെ ഉള്ളവർ ഓൾറെഡി കുറച്ച് പേർക്കെങ്കിലും ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടുള്ളവരുണ്ടായിരിക്കാം. ബട്ട് കൺസിഡറിങ് എവ്രി വൺ, നമ്മൾ വീണ്ടും വിൽ ബി സ്റ്റാർട്ടിങ് ഫ്രം സ്ക്രാച്ച്. ഓക്കെ, നമ്മൾ എല്ലാവരെയും കൺസിഡർ ചെയ്തത് കൊണ്ട് ഏറ്റവും ബേസിക്സ് തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുക. ബിക്കോസ് ഫൗണ്ടേഷൻ സ്ട്രോങ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് ഫർദർ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ സാധിക്കൂ. ഓക്കെ, സോ ഫൗണ്ടേഷൻ ബിൽഡിംഗ് എന്ന് പറയുന്നത് ഫസ്റ്റ് 30 days ആയിരിക്കും. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടതും ഈ 30 days തന്നെയാണ്. ഓക്കെ, അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യേണ്ട എന്നല്ല, ഇറ്റ്സ് ബിക്കോസ് ഫൗണ്ടേഷൻ ഷുഡ് ബി സ്ട്രോങ്. ഈ ഫൗണ്ടേഷൻ സ്ട്രോങ് അല്ല എന്നുണ്ടെങ്കിൽ ഈ 30 daysന് ശേഷം നിങ്ങൾ ബുദ്ധിമുട്ടാവും. ഓക്കെ, ആൻഡ് ഓരോ സെഷനിലും എല്ലാം ആദ്യം തൊട്ടേ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതും പോസിബിൾ അല്ല. ഓക്കെ, സോ ഫസ്റ്റ് 30 days ആയിരിക്കും നമ്മൾക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ബിൽഡിംഗ് ഉണ്ടായിരിക്കുക. ഇതിൽ നമ്മൾ നൗൺ എന്താണ്, വേർബ് എന്താണ്, അഡ്ജക്റ്റീവ് എന്താണ്, സെന്റൻസ് സ്ട്രക്ചർ ചെയ്യുന്ന എങ്ങനെയാണ്, ഓക്കെ, ആൻഡ് ബേസിക് വൊക്കാബുലറി എന്നിങ്ങനെയുള്ളതെല്ലാം കവർ ചെയ്യും. നെക്സ്റ്റ് ഇസ് ഡെവലപ്മെന്റ് ഫേസ്. ഡെവലപ്മെന്റ് ഫേസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് 60 days ആണ്. ഏറ്റവും കൂടുതൽ സമയം നമ്മൾ നിൽക്കുക ഈ ഒരു ഡെവലപ്മെന്റ് ഫേസിലാണ്. ബാക്കിയെല്ലാം 30 days ആണ്. പക്ഷെ ഈ ഡെവലപ്മെന്റ് ഫേസ് മാത്രം 60 days ആണ്. ദാറ്റ് ഇസ് നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു ഫൗണ്ടേഷനെ നമ്മൾ ഡെവലപ്പ് ചെയ്യിക്കും. നമ്മൾ പഠിച്ച ബേസിക് ഗ്രാമറിൽ നിന്ന് നമ്മൾ അഡ്വാൻസ്ഡ് ഗ്രാമറിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്യുകയും ആൻഡ് ഇതെല്ലാം നമ്മൾ ഈ പഠിക്കുന്നതെല്ലാം എങ്ങനെയാണ് റിയൽ വേൾഡിൽ അല്ലെങ്കിൽ റിയൽ ലൈഫിൽ യൂസ് ചെയ്യുക. അത് നമ്മൾ നമ്മുടെ ലൈഫ് സെഷനിൽ റോൾ പ്ലേസ് ആയിട്ടും എന്താണ് സ്പീക്ക് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ആയിട്ടും റോൾ പ്ലേസും ഡിബേറ്റുകളും ചർച്ചകളും ഗ്രൂപ്പ് ഡിസ്കഷൻസും എന്നിങ്ങനെയുള്ള ഡിഫറെന്റ് ആക്ടിവിറ്റീസിലൂടെ നമ്മളത് ചെയ്യും. ആൻഡ് ഓൾസോ നിങ്ങളുടെ ഡെയിലി ടാസ്കുകളിൽ ഇതെല്ലാം ഉണ്ടാവും. ഇത് റിയൽ ലൈഫിൽ എങ്ങനെ അപ്ലൈ ചെയ്യും എന്നുള്ളതിന്റെ എക്സ്പെരിമെന്റ്സ് ആയിരിക്കും നിങ്ങളുടെ ഡെയിലി ടാസ്കുകളിൽ ഉണ്ടാവുക. ഓക്കെ, സോ ഡെവലപ്മെന്റ് ഫേസ് അങ്ങനെ പോകും. അതായത് നമ്മൾ ബേസിക്കിൽ നിന്ന് ഒരു പടി മുന്നോട്ട്, ദാറ്റ് ഇസ് അഡ്വാൻസ്ഡിലേക്ക് കയറും. ദെൻ നെക്സ്റ്റ് ഇസ് പ്രൊഫിഷ്യൻസി ആൻഡ് ആപ്ലിക്കേഷൻ. ഈ ഒരു 30 days എന്താണ് നമ്മൾ ഇൻപുട്സ് നിർത്തുക, അതായത് പുതുതായിട്ടൊന്നും പഠിക്കുകയല്ല, മറിച്ച് പഠിച്ചതിനെ തന്നെ കൂടുതൽ ഷാർപ്പൺ ചെയ്യുകയായിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. ഓക്കെ, അതായത് നമ്മൾ ഓൾറെഡി പഠിച്ച അഡ്വാൻസ്ഡ് സ്ട്രക്ചേഴ്സിനെ തന്നെ കൂടുതൽ ഷാർപ്പൺ ചെയ്യും. ഓക്കെ, ത്രൂ മോർ ആക്ടിവിറ്റീസ്, കുറച്ചും കൂടി ഇന്റൻസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെ നമ്മൾ അതിനെ എന്താണ് നമ്മുടെ റിയൽ ലൈഫിൽ എന്തൊരു സിറ്റുവേഷൻ വന്നാലും അത് ഇംഗ്ലീഷ് സംസാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ നിങ്ങളെ എത്തിക്കുക എന്നതാണ് ഈ ഒരു പ്രൊഫിഷ്യൻസി ആൻഡ് ആപ്ലിക്കേഷൻ ഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് 30 days വിൽ ബി റിവ്യൂ ആൻഡ് അസസ്മെന്റ്. ഓക്കെ, ദാറ്റ് ഇസ് നിങ്ങളുടെ ഇതുവരെ നമ്മൾ പഠിച്ച ബാക്കി ആദ്യത്തെ 3 ഫേസിൽ നമ്മൾ പഠിച്ചതിനെ റിവൈസ് ചെയ്യുകയും ആൻഡ് യു വിൽ ബി അസസ്ഡ്. ഇപ്പൊ ഒരു ലെവൽ അസസ്മെന്റ് നടത്തുന്നത് പോലെ തന്നെ ഈ ഒരു 150 days പ്രോഗ്രാം കഴിഞ്ഞതിന് ശേഷവും നിങ്ങൾക്ക് അസസ്മെന്റ് ഉണ്ട്. ആൻഡ് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് വീക്ക്ലി അസസ്മെന്റ്സ് ഉണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങളുടെ വീക്ക്ലി അസസ്മെന്റ്. സോ എന്താണ് നിങ്ങളെ ഇവാലുവേറ്റ് ചെയ്ത് നിങ്ങൾ എത്രമാത്രം ഇംപ്രൂവ് ചെയ്തു അല്ലെങ്കിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ഇനിയും ട്രെയിനിങ് വേണ്ടത് എന്നിങ്ങനെയുള്ളത് നിങ്ങൾക്കും ഞങ്ങൾക്കും ഫ്രം ബോത്ത് സൈഡ് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ആൻഡ് കമ്മിങ് ടു ഫൈനലി സർട്ടിഫിക്കേഷൻ. ഈ ഒരു പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾക്കുള്ള ഇവാലുവേഷൻ, ഒരു കോംപ്രിഹെൻസീവ് ഇവാലുവേഷൻ ചെയ്ത് ഞാൻ പറഞ്ഞ ഒരു കട്ട് ഓഫ് സ്കോർ ഉണ്ടാവും. ആ സ്കോറിന് മുകളിലേക്ക് സ്കോർ ചെയ്യുന്നവർക്ക് മാത്രമാണ് സർട്ടിഫിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കുക. ഓക്കെ, ഇന്റർമീഡിയറ്റ്, ബേസിക് എന്നിങ്ങനെ വേർതിരിച്ചിട്ടായിരിക്കും ആ ഒരു സർട്ടിഫിക്കറ്റ് അവൈലബിൾ ആയിരിക്കുക. ഓക്കെ, അത്
ഡെയിലി ടാസ്കുകളുടെയും വീക്ക്ലി ലൈവ് സെഷന്റെയും ബേസിസിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. ഓക്കെ, നിങ്ങൾ അല്ലാതെ പുറത്തുനിന്ന് വേറെ ബുക്സ് എടുത്തോ അല്ലെങ്കിൽ വേറെ സോഴ്സസ് ഒന്നും പ്രിപ്പയർ ചെയ്യേണ്ടി വരില്ല. സോ ഇതാണ് EEPയുടെ ഒരു ജേർണി എന്ന് പറയുന്നത്. നമ്മൾ ഇനി 150 ഡേയ്സ് പോവാൻ പോകുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, ഇനി ത്രൂ ദ ജേർണി നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഇതുവരെ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എനി ഡൗട്ട്സ്? എന്തെങ്കിലും ക്ലാരിറ്റി ഇല്ലാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇഫ് യെസ്, പ്ലീസ് ഡു ലെറ്റ് മീ നോ. ഇനി EEP2 നേരത്തെ അഭയ് സർ പറഞ്ഞു, നമുക്ക് EEP1 എന്ന് പറയുന്നത് ഒരു 300 ഡേയ്സ് പ്രോഗ്രാം ആയിരുന്നു. ഓക്കെ, സോ EEP2 എന്ന് പറയുന്നത് ഷോർട്ട് ആൻഡ് ബെറ്റർ വേർഷൻ ആണ്. അതായത് നിങ്ങൾക്ക് ഈ ഒരു സർട്ടിഫിക്കേഷൻ EEP1നേക്കാൾ ദിവസം കുറഞ്ഞത് കൊണ്ട് ഇതിൽ കാര്യങ്ങളൊന്നും മിസ് ഔട്ട് ആവുന്നില്ല. ഓക്കെ, ഇത് കുറച്ചും കൂടെ കോംപ്രിഹെൻസീവ് ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ ഇൻവോൾവ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടെ ഇന്റൻസീവ് സെഷൻ ആണ് EEP2 എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇറ്റ്സ് എ ബ്രീഫ് ആൻഡ് എ ബെറ്റർ വേർഷൻ ഓഫ് EEP1 എന്ന് പറയാം. ഓക്കെ, ബട്ട് അത് പറഞ്ഞ് EEP1 ബെസ്റ്റ് അല്ലായിരുന്നു എന്നല്ല കേട്ടോ, ബട്ട് ഇതൊരു ഷോർട്ടർ വേർഷൻ ആണ്. അറ്റ് ദ സെയിം ടൈം ഇറ്റ്സ് എ ബെറ്റർ വേർഷൻ. ഓക്കെ, സോ EEP2 എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടാവുക അല്ലെങ്കിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് ഉണ്ടാവുക എന്ന് നോക്കാം. ഫസ്റ്റ് ഇസ് ലെവൽ അസസ്മെന്റ്. ഞാൻ പറഞ്ഞു നമ്മളിപ്പോ നമ്മളുടെ ടാസ്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്കൊരു ലെവൽ അസസ്മെന്റ് ഉണ്ട്. ആസ് വെൽ ഈ ഒരു 150 ഡേയ്സ് ഓഫ് EEP കഴിയുമ്പോഴും ഒരു ലെവൽ അസസ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ എത്രമാത്രം ഇംപ്രൂവ് ചെയ്തു, ഇനി ഇംപ്രൂവ് ചെയ്യാനുള്ള എവിടെയാണ്, നിങ്ങൾക്ക് നല്ലൊരു ക്ലാരിറ്റി കിട്ടും. ആൻഡ് ഓൾസോ ഈ ഒരു പ്രോഗ്രാം കഴിഞ്ഞ് നിങ്ങൾക്ക് ഈ 150 ഡേയ്സ് കഴിഞ്ഞിട്ടുള്ള ലെവൽ അസസ്മെന്റിൽ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഹെൽപ്പ്. ഓക്കെ, നെക്സ്റ്റ് ഡെയിലി ടാസ്ക് പറഞ്ഞു 150 ഡേയ്സും നിങ്ങൾക്ക് ടാസ്കുകൾ ഉണ്ടായിരിക്കും. ഇപ്പോൾ വീക്ക്ലി ലൈവ് സെഷൻ ഉള്ള ദിവസവും നിങ്ങൾക്ക് ടാസ്കുകൾ ഉണ്ടായിരിക്കും. ഹോളിഡേയ്സ് ഒന്നും നമ്മളുടെ EEPക്ക് ബാധകമല്ല. ഓക്കെ, ഡെയിലി ടാസ്കുകൾ നിങ്ങൾക്ക് വാട്സ്ആപ്പ് ത്രൂ ആൻഡ് ഓൾസോ നിങ്ങളുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, സോ ഇൻ കേസ് നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ഒരുപാട് സ്ക്രോൾ ചെയ്ത് മുകളിലേക്ക് പോകണം അങ്ങനെയില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ ഈസിലി അവൈലബിൾ ആയിരിക്കും. ഓക്കെ, ഇതായിരിക്കും ജസ്റ്റ് നിങ്ങളുടെ ഡെയിലി ടാസ്കുകൾ ഇങ്ങനെയായിരിക്കും. ജസ്റ്റ് എ മിനിറ്റ്, ഞാൻ കംപ്ലീറ്റ് ഇത് എങ്ങനെയായിരിക്കും എന്ന് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോ ഡേ 1 ജസ്റ്റ് ഇവിടെ കാണിക്കുകയാണ്. ഒബ്ജക്റ്റീവ്, എന്തിനാണ് ഈ ഒരു ടാസ്ക് തന്നിരിക്കുന്നത്? ഇപ്പൊ അണ്ടർസ്റ്റാൻഡ് ദ ഫണ്ടമെന്റൽ കമ്പോണൻസ്. അതായത് ഇംഗ്ലീഷ് സെന്റൻസിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്പോണൻസ് മനസ്സിലാക്കാൻ. എന്തൊക്കെയാണ്? സബ്ജക്ട്, വെർബ്, ഒബ്ജക്ട്. ഓക്കെ, ഞാൻ കംപ്ലീറ്റ് ഇവിടെ ഇത് ചെയ്യുന്നില്ല കേട്ടോ, എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ലെസൺ, നിങ്ങൾക്ക് വേണ്ട കോണ്ടന്റ്, നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനുള്ളതാണ് ഈ ലെസൺ എന്ന ഭാഗത്ത് തന്നിരിക്കുന്നത്. സോ ഇവിടെ സബ്ജക്ട് എന്താണ്, വെർബ് എന്താണ്, ഒബ്ജക്ട് എന്താണ് എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ദെൻ എക്സാമ്പിൾ സെന്റൻസസ് കൊടുത്തിട്ടുണ്ട്. അതായത് ഇംഗ്ലീഷിൽ എങ്ങനെയാണ് സെന്റൻസ് ഫ്രെയിം ചെയ്യേണ്ടത് എന്നുള്ളത്. സോ ആ കോണ്ടന്റിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട ലെസണിന് ശേഷമാണ് നിങ്ങൾക്ക് ഇവിടെ ടാസ്ക് കൊടുത്തിരിക്കുന്നത്. ടാസ്കിൽ 2 എക്സസൈസ് ആണ് ഉള്ളത്. ഈ 2 എക്സസൈസും കൂടെ ചെയ്യാൻ ഒരു 5 മിനിറ്റ്സ് മതി. ഓക്കെ, ഫസ്റ്റത്തത് ഈ സെന്റൻസിൽ ഐഡന്റിഫൈ ദ സബ്ജക്ട് ആൻഡ് വെർബ് ആണ്. സെക്കൻഡ് വൺ സബ്ജക്റ്റും വെർബും ഇവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം യൂസ് ചെയ്തുകൊണ്ട് ഡിഫറെന്റ് സെന്റൻസസ് ക്രിയേറ്റ് ചെയ്യാനാണ്. ആൻഡ് ദെൻ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ അസസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ സെൽഫ് ഇവാലുവേഷൻ കൊടുത്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻസ് ഫോർ റിഫ്ലക്ഷൻ, അതായത് ജസ്റ്റ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്ക് എല്ലാം ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചോ, നിങ്ങൾക്ക് സെന്റൻസുകൾ ഉണ്ടാക്കാൻ സാധിച്ചോ, നിങ്ങളുടെ സെന്റൻസുകളിൽ തെറ്റുകൾ ഉണ്ടോ എന്നുള്ള ജസ്റ്റ് സെൽഫ് റിഫ്ലക്ഷൻ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് യെസ് ഓർ നോ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻസ്. ആൻഡ് ഫൈനലി എവറി ഡേ യു വിൽ ഹാവ് എ വേർഡ് ഓഫ് ദി ഡേ ആൻഡ് ഇഡിയം ഓഫ് ദി ഡേ. വേർഡ് കൊടുത്തിട്ടുണ്ട്, മീനിങ് കൊടുത്തിട്ടുണ്ട്, അതിന്റെ മലയാളം മീനിങ് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയായിരിക്കും നിങ്ങളുടെ ഡെയിലി ടാസ്കുകളുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിപ്പോ ജസ്റ്റ് ഡേ 1ന്റെ ഞാൻ ഇവിടെ ഒന്ന് കാണിച്ചു എന്നേ ഉള്ളൂ. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ അല്ലേ? ഇത് നിങ്ങളിപ്പോ ആരും എഴുതി എടുക്കേണ്ടതില്ല കേട്ടോ, നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നതാണ്. ഒബ്ജക്റ്റീവ് ഉണ്ടായിരിക്കും, ലെസൺ ഉണ്ടായിരിക്കും, ദെൻ ടാസ്ക് ഉണ്ടായിരിക്കും, സെൽഫ് ഇവാലുവേഷൻ ആൻഡ് ഡെയിലി വേർഡ് ഓഫ് ദി ഡേ ആൻഡ് ഇഡിയം ഓഫ് ദി ഡേ. ദെൻ വീക്ക്ലി അസസ്മെന്റ്. വീക്ക്ലി അസസ്മെന്റ് നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിൽ തന്നെ അവൈലബിൾ ആയിരിക്കും. നമ്മൾ ഒരു വീക്കിൽ നമ്മൾ ഇപ്പോ പെർ വീക്ക് നമുക്ക് 7 ആക്ടിവിറ്റീസ് ഉണ്ടാവില്ലേ? ആ 7 ആക്ടിവിറ്റീസും അല്ലെങ്കിൽ നിങ്ങളുടെ 7 ലെസൺസ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വീക്ക്ലി അസസ്മെന്റ് ഉണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് ഇതൊന്നും നിങ്ങൾ പുറത്തുനിന്ന് വേറെ ഒരു മെറ്റീരിയൽസ് യൂസ് ചെയ്ത് പഠിക്കേണ്ടതില്ല. ഈ ഡെയിലി ടാസ്കുകൾ അറ്റൻഡ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഈ വീക്ക്ലി അസസ്മെന്റ് ചെയ്യാനുള്ള റിസോഴ്സസ് കിട്ടും. ഓക്കെ, ഇതിന്റെ ഇടയിൽ ഡൗട്ട്സ് ചോദിക്കുമ്പോൾ അത് ആൻസർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, നമ്മുടെ ഫ്ലോ നഷ്ടപ്പെടും. ലാസ്റ്റ് ഐ ഗിവ് യു ടൈം. ഓക്കെ, മീറ്റിംഗ് വിൽ എൻഡ് ഇൻ
20 മിനിറ്റ്സ് എൻ്റെ ഒരു സെഷന് ശേഷം നിങ്ങൾ ഇത് ആപ്പിൽ എങ്ങനെ ആക്സസ് ചെയ്യും എന്നുള്ളത് അശോക് സർ പറഞ്ഞുതരും. അത് കഴിഞ്ഞാൽ നമ്മൾ മീറ്റിംഗ് എൻഡ് ചെയ്യും. ഓക്കെ, സോ വീക്ക്ലി അസസ്മെന്റ്സ് എല്ലാം എല്ലാ വീക്കും ഉണ്ടല്ലോ. വീക്ക്ലി അസസ്മെന്റ്സ് എല്ലാം ഓൺ ടൈം തന്നെ ചെയ്യുക. ഓക്കെ, ബിക്കോസ് ഈ വീക്ക്ലി അസസ്മെന്റ് നിങ്ങൾ 3 വീക്സിന് ശേഷം ചെയ്തിട്ട് കാര്യമില്ല. ആ വീക്കിൽ നിങ്ങൾ മിസ് ഔട്ട് ചെയ്തത് എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാണ്ട് പോയത് എന്താണ്, വാട്ട് ഡിഡ് യു ഫൈൻഡ് ഡിഫിക്കൽട്ട്, എന്തായിരുന്നു നിങ്ങൾക്ക് ഈസി എന്നുള്ളത് ആ വീക്ക് തന്നെ അസസ് ചെയ്യണം. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു EEP ടീമിന്റെ ഭാഗത്ത് നിന്ന് വി ആർ ഡൂയിങ് ആർ മാക്സിമം. നിങ്ങൾ എടുക്കുന്ന എഫേർട്ടിന്റെയും കൂടെ ഒരു റിസൾട്ട് ആയിട്ടായിരിക്കുള്ളൂ നിങ്ങളുടെ ഒരു ഔട്ട്കം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊരു മ്യൂച്വൽ പരിപാടിയാണ്. ഓക്കെ, ഒരു വൺ സൈഡ് ഞങ്ങൾ ഒരുപാട് ഇൻപുട്സ് തന്നിട്ട് നിങ്ങൾ അത് ഉള്ളിലേക്ക് എടുത്തിട്ടില്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല. ഓക്കെ, ഒരു ഈക്വൽ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഇൻപുട്സ് തരും. നിങ്ങൾ ആ ഇൻപുട്സ് പ്രോസസ് ചെയ്യുക. ഇവിടെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ആൾക്കാരുണ്ട്, ടെക്നിക്കൽ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ ആൾക്കാരുണ്ട്, എപ്പോഴും ഹെൽപ്പ് ചെയ്യാൻ മെന്റേഴ്സ് ഉണ്ട്. ഓക്കെ, any and every support is given here. Okay, and then okay, weekly assessments ഇങ്ങനെയായിരിക്കും. നിങ്ങളിപ്പോ നെറ്റ് എക്സാം അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ എക്സാംസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ആ ഒരു ഫോർമാറ്റിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അൺഅറ്റംപ്റ്റഡ് ആയിട്ടുള്ളത് 0, അല്ല വൈറ്റ് കളറിൽ കിടക്കും, കറക്റ്റ് ആയിട്ടുള്ളത് പച്ച കളറിൽ, ഇൻകറക്റ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുള്ളത് റെഡ് കളറിൽ. അങ്ങനെ ഒരു ഫസ്റ്റ് വീക്കിന് അറ്റംപ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ സംഭവം എന്താണെന്നുള്ളത്. ആൻഡ് വീക്ക്ലി അസസ്മെന്റ്സ് ഭയങ്കര ലെങ്തി ആയിരിക്കില്ല, 10 to 15 മാർക്സ് ആയിരിക്കും. സോ മേക്ക് ഷുവർ യു അറ്റംപ്റ്റ് ഇറ്റ്. ഓക്കെ, ആൻഡ് സമയമില്ല എന്നുള്ള കാര്യം നമ്മൾ എക്സ്ക്യൂസ് ആയിട്ട് ഇവിടെ എടുക്കാറില്ല. ബിക്കോസ് ഇവിടെ ഇവിടെ പഠിക്കുന്ന എല്ലാവരും തന്നെ വർക്കിംഗ് ആണ്. വർക്കിംഗ് പ്ലസ് ഹൗസ് വൈഫ്സ് ഉണ്ടായിരിക്കും എന്നുള്ളതൊക്കെ നമ്മൾക്കറിയാം. അത് EP 1-ലും സെയിം തന്നെ ആയിരുന്നു. ഓക്കെ, നമ്മളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നില്ല എന്നല്ല, അത് അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടാണ് ഡെയിലി ടാസ്കുകൾ വളരെ സിമ്പിൾ ആക്കി നിങ്ങൾക്ക് 5 to 10 മിനിറ്റ്സിൽ തീർക്കാവുന്ന രീതിയിൽ ഫ്രെയിം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് വീക്ക്ലി ഒരു ലൈവ് സെഷൻ മാത്രം 1 അവറിന്റെ വെച്ചിരിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, സോ സമയം കിട്ടുന്നില്ല എന്നുള്ളത്, എല്ലാവർക്കും 24 hours ഉണ്ട് ഒരു ദിവസം, ഇല്ലേ? ഏത് നാട്ടിലുള്ളവർ, ഇവിടെ അബ്രോഡ് ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും, നാട്ടിലിരുന്ന് പഠിക്കുന്നവരുണ്ടാവും, ലോകത്ത് എവിടെ ആയാലും ഒരു ഡേ 24 hours ഉണ്ട്, isn't it? സോ ഒരു 24 hours-ൽ ഒരു 15 മിനിറ്റ്സ്, ഓക്കെ, നേരിപ്പോയാൽ ഒരു 20 മിനിറ്റ്സ് നിങ്ങൾക്ക് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഇല്ല എന്ന്. ഓക്കെ, ഇടയ്ക്ക് വൺസ് ഇൻ എ വൈൽ എന്തെങ്കിലും എമർജൻസീസും കാര്യങ്ങളൊക്കെ ആയിട്ട് നിങ്ങൾ ചെയ്യാത്തതല്ല പറയുന്നത്. ബട്ട് ഓൺ എ ഡെയിലി ബേസിസ് നിങ്ങൾക്ക് സമയം കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഇസ് നോട്ട് ആക്സെപ്റ്റബിൾ. ഓക്കെ, അതവരുടെ ഒരു എക്സ്ക്യൂസ് ആയിട്ട് നമ്മൾ എടുക്കില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് വീക്ക്ലി ലൈവ് സെഷൻസ്. എല്ലാ തേഴ്സ്ഡേ ആയിരിക്കും നമ്മുടെ ലൈവ് സെഷൻസ് വരിക. ഓക്കെ, ഈ ഫ്രൈഡേ തൊട്ടായിരിക്കും നിങ്ങളുടെ വീക്ക്ലി ഡെയിലി ടാസ്കുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദെൻ ഈ ഫ്രൈഡേ സ്റ്റാർട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത 7th ഡേ, ദാറ്റ് ഇസ് നെക്സ്റ്റ് തേഴ്സ്ഡേ നിങ്ങളുടെ ലൈവ് സെഷൻ ആയിരിക്കും, ഫസ്റ്റ് ലൈവ് സെഷൻ ആയിരിക്കും. ഓക്കെ, ഇത് നമ്മളുടെ ലോഞ്ചിങ് ആൻഡ് ഓറിയന്റേഷൻ ആണ്. ഫസ്റ്റ് ലൈവ് സെഷൻ ഈ വരുന്ന തേഴ്സ്ഡേ അല്ല, മറ്റന്നാളല്ല, ഇറ്റ് വിൽ ബി നെക്സ്റ്റ് തേഴ്സ്ഡേ. ഓക്കെ, 1 hour സെഷൻസ് ആയിരിക്കും. ഈ സെഷനിൽ നമ്മൾ നിങ്ങളുടെ ഡെയിലി ടാസ്കുകൾ ഡിസ്കസ് ചെയ്യുകയും നിങ്ങൾക്ക് ഒരു 1 വീക്കിൽ ഉള്ള എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യുകയും നമ്മൾ ചെയ്യും. നമ്മളുടെ സെഷൻസ് എല്ലാം നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ EP 1-ന്റെ സെഷൻസ് എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഇപ്പൊ ഇന്നത്തെ ക്ലാസ് പോലെ വളരെ ഫോർമൽ ആയിട്ടുള്ള ഒരു സംഭവം ആയിരിക്കില്ല, വളരെ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള, സെമി ഫോർമൽ എന്നും പറയാൻ പറ്റില്ല. ഓക്കെ, ഇപ്പൊ നമ്മളെല്ലാവരും നമ്മളൊരു റാപ്പോ ഫോം ചെയ്തിട്ടില്ല അല്ലോ. കുറച്ചുകൂടെ കഴിഞ്ഞ് നമ്മളൊക്കെ കമ്പനിയായി വരുമ്പോൾ ഇത്രയും ഒഫീഷ്യൽ ആയിരിക്കില്ല സെഷൻസ് ഒന്നും. ഇന്നിപ്പോ കാര്യങ്ങൾ വേഗം പറഞ്ഞു പോകേണ്ടത് കൊണ്ടാണ് നമ്മൾ അധികം ഇന്ററാക്ട് ചെയ്യാത്തത് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെയായിരിക്കും സെഷൻസ് ഉണ്ടാവുക, റീക്യാപ്പ് ചെയ്യലായിരിക്കും. നിങ്ങൾ ആ ഒരു വീക്കിൽ ചെയ്ത എല്ലാം നമ്മൾ ഇൻ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്ത് പോവായിരിക്കും ചെയ്യുക. നിങ്ങളുടെ എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്യും. ഓക്കെ, നോ വറീസ്. സൂമിലായിരിക്കും കേട്ടോ മീറ്റിംഗ്സ് ഉണ്ടാവുക. ഓക്കെ, പിന്നെ ഉള്ള ഒരു കാര്യം, ഈ EP ഡയറി, നിങ്ങൾ എല്ലാവരും തന്നെ ഒരു EP ഡയറി വെക്കണം. ഓക്കെ, EP ഡയറി നിങ്ങളുടെ കയ്യിൽ ഡയറീസ് ഉണ്ട് എങ്കിൽ ഡയറി തന്നെ യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ ഒരു 150-200 പേജിന്റെ നോട്ട്ബുക്ക് വെച്ചാൽ മതി. ലൈക്ക് നമ്മുടെ സാധാ കിട്ടുന്നത് സാധാ നോട്ട്ബുക്ക്. ഓക്കെ, ഡയറി ഉള്ളവർക്ക് അത് കീപ്പ് ചെയ്യാം, അല്ലാത്തവർ ഒരു സാധാ നോട്ട്ബുക്ക് കീപ്പ് ചെയ്യുക. EP ഡയറി എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി ഫില്ല് ചെയ്യേണ്ട ഒരു സംഭവമാണ്. ഓക്കെ, EP ഡയറിയിൽ നിങ്ങൾ എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജസ്റ്റ് ഡേറ്റ്, തുടങ്ങുന്ന ഡേറ്റ് നമ്മൾ 16th തുടങ്ങുക. സോ day 1 എന്ന് പറയുമ്പോൾ ആദ്യം ഡേറ്റ് എഴുതുക. ഇത് വേണമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ കേട്ടോ. ദിസ് വിൽ ബി പ്രൊവൈഡഡ്, ഇത് നിങ്ങൾക്ക് പ്രൊവൈഡഡ് ആയിരിക്കും നിങ്ങളുടെ ആപ്പിൽ, ബട്ട് ജസ്റ്റ് വേണമെങ്കിൽ എടുത്ത് വെച്ചോളൂ. ഇത് എങ്ങനെയാണ് ഇതിന്റെ ടെംപ്ലേറ്റ് എന്നുള്ളത്. ആൻഡ് ഇതാരും ഫോണിൽ ചെയ്യേണ്ട ഡയറി അല്ല, ഇതെല്ലാവരും
എന്താ പറയാ, കയ്യിൽ തന്നെ ഒരു നോട്ട്ബുക്ക് ആയിട്ട് നമ്മൾ ടൈപ്പ് ചെയ്ത് വെക്കുന്നതും എഴുതുന്നതും ഡിഫറെന്റ് തന്നെയാണ്. എപ്പോഴും റൈറ്റിംഗ് ആയിരിക്കും കൂടുതൽ എഫക്റ്റീവ് എന്നാണ് കേട്ടോ ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. ഓക്കെ, സോ ഡേ 1 വീക്ക് 1 ടോപ്പിക് എന്താണ് എന്നുള്ളത് എഴുതുക. ടോപ്പിക് നിങ്ങളുടെ ഡെയിലി ടാസ്കുകളുടെ ഹെഡിങ് ആയിരിക്കും നിങ്ങൾ ടോപ്പിക് ആയിട്ട് എഴുതേണ്ടത്. ഒബ്ജക്റ്റീവും സെയിം കോപ്പി പേസ്റ്റ് ചെയ്യാം. അത് എഴുതുമ്പോൾ എന്താണ്, നിങ്ങൾ അതിൽ നോക്കുന്നു, വായിക്കുന്നു, എഴുതുന്നു. പ്രോസസ്സ് കൂടുകയാണ്. ഫോണിലാവുമ്പോൾ നിങ്ങൾ എല്ലാവരും കോപ്പി പേസ്റ്റ് ചെയ്യും. ഓക്കെ, അതുകൊണ്ടാണ് എഴുതാൻ പറയുന്നത്. പിന്നെ നിങ്ങൾ എന്തൊക്കെ പഠിച്ചു, കീ കോൺസെപ്റ്റുകൾ, ആ ഫസ്റ്റത്തെ ടാസ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് പുതുതായി പഠിച്ചത്. ഇതിലിപ്പോ ജസ്റ്റ് ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയുന്നുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് പോലെ നിങ്ങളുടെ വേർഡ്സിൽ നിങ്ങൾക്ക് എഴുതാം. ഓക്കെ, കറക്റ്റ് ഡെഫിനിഷൻ വേണമെന്നില്ല. വാട്ട് ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് എന്നതാണ് നിങ്ങളുടെ പേഴ്സണൽ ഡയറിയിൽ വേണ്ടത്. ഓക്കെ, ആൻഡ് ദെൻ ആൻഡ് ടാസ്ക്, ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ടാസ്കുകൾ ചെയ്യാൻ പറ്റിയോ, ഇഫ് യെസ് അത്, ഇല്ലെങ്കിൽ എന്തുകൊണ്ട്, നിങ്ങൾ ഫേസ് ചെയ്ത ഡിഫിക്കൽറ്റി എന്താണ്, നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയത് എന്താണ്, ഇതെല്ലാം EP ഡയറിയിൽ നോട്ട് ചെയ്യുക. സോ ലൈവ് സെഷനിൽ നിങ്ങൾ അത് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഇപ്പൊ ഡേ 1 എന്ത് ചെയ്തു എന്ന് മേ ബി എല്ലാ 7th ഡേയും ആണല്ലോ നമുക്ക് ലൈവ് സെഷൻ കിട്ടുക. സോ ഡേ 1 എന്ത് ചെയ്തു എന്നുള്ളത് മേ ബി ഓർമ്മ ഉണ്ടാവില്ല. ഓക്കെ, സോ മേക്ക് ഷുവർ ഈ ഒരു EP ഡയറി നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുറെ പറയുമ്പോൾ ഇത് കുറേ ഉള്ള പോലെ തോന്നും, പക്ഷെ അതില്ല കേട്ടോ. ഇത് ഓറിയന്റേഷൻ ആയതുകൊണ്ട് എല്ലാം ഇങ്ങനെ ഒരുമിച്ച് പറയുന്നേ ഉള്ളൂ. നമ്മൾ ത്രൂ ദ ജേർണി നമ്മളെല്ലാം ഓക്കെ ആയിട്ട്, ബട്ട് ദിസ് ഇസ് സംതിങ് ഇമ്പോർട്ടന്റ്. ഡേ 1 മുതൽ നിങ്ങൾ ചെയ്യേണ്ടതാണ്. ഓക്കെ, ആൻഡ് 2 കാര്യങ്ങൾ സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്. ഒന്ന്, ഡെയിലി ടാസ്കുകൾ ചെയ്യുക. അതിനിപ്പോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഒരു 5 മിനിറ്റ്സിൽ നിങ്ങൾക്ക് എത്ര ചെയ്യാൻ പറ്റും അത്രയും ചെയ്യുക. ഇനിയിപ്പോ ആക്ടിവിറ്റി കംപ്ലീറ്റ് മനസ്സിലായില്ലെങ്കിൽ നിങ്ങൾക്കത് വായിച്ചിട്ട് എന്താണോ മനസ്സിലായത് അത് ചെയ്യുക. ഓക്കെ, ഇവിടെ നമുക്ക് ഇല്ലാത്തൊരു അജണ്ടയാണ് ചെയ്യുന്നതെല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം, കറക്റ്റ് ആവണം. ഓക്കെ, ദിസ് ഇസ് ദ റൈറ്റ് പ്ലേസ് ടു മേക്ക് മിസ്റ്റേക്സ്. ഓക്കെ, ഈ EP എന്ന് പറയുന്നത് മിസ്റ്റേക്സ് ഉണ്ടാക്കേണ്ട സ്ഥലമാണ്. എന്നാൽ മാത്രമാണ് നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. ജസ്റ്റ് EP 1 ഉണ്ടായിരുന്ന ഒരു സംഭവം ഞാൻ പറയാം. ഒരു ആദ്യത്തെ ഒരു 5 ലൈവ് സെഷൻസിൽ ഞാൻ ഇങ്ങനെ എക്സാമ്പിൾസ് കൊടുത്ത് സെന്റൻസ് ഉണ്ടാക്കാൻ, അല്ലെങ്കിൽ വേർഡ് കൊടുത്ത് സെന്റൻസ് ഉണ്ടാക്കാൻ പറയുന്ന സമയത്ത് പലരുടെയും ഈസ് ഉണ്ടാവില്ല, വാസ് ഉണ്ടാവില്ല, എക്സ്ട്രാ എസ് ഉണ്ടാവും, എക്സ്ട്രാ കുറെ ഉണ്ടാവും, അല്ലെങ്കിൽ കുറെ മിസ്സിംഗ് ഉണ്ടാവും. ബേസിക്, അതായത് ഞാൻ സ്കൂളിൽ പോയി, ഓക്കെ, ഐ വെന്റ് ടു സ്കൂൾ എന്നുള്ള ഒരു സെന്റൻസിന് പലരും ഐ ഗോഡ് ടു ദ സ്കൂൾ, അങ്ങനെ ഒരുപാട്, ഐ സ്കൂൾ ഗോ, അങ്ങനെയൊക്കെ ഒരുപാട്. ബട്ട് ഒരു 20 ലൈവ് സെഷൻസ് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ എനിക്ക് ഒരിക്കലും സെന്റൻസ് കറക്ഷൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ബേസിക് സെന്റൻസിൽ ആരെയും കറക്റ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓക്കെ, അത് എല്ലാവരും എടുത്ത എഫേർട്ടിന്റെ ഒരു ഭാഗം, എന്റെ എഫേർട്ടിന്റെ അല്ല, ഓരോ പാർട്ടിസിപ്പൻസ് എടുത്ത എഫേർട്ടിന്റെ റിസൾട്ട് ആയിരുന്നു. ഓക്കെ, സോ നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം, അത് എന്താണ്, അവരെല്ലാരും അങ്ങനെ തെറ്റുകൾ ഉണ്ടാക്കാൻ ആർക്കും മടി ഉണ്ടായിരുന്നില്ല. ഐ എക്സ്പെക്ട് ദ സെയിം ഫ്രം യു. ഓക്കെ, ആരും പെർഫെക്റ്റ് അല്ല. സോ ഇവിടെ തെറ്റുണ്ടാക്കിയതിന്റെ പേരിൽ ആരും കളിയാക്കാനോ അതിനൊന്നും പോകുന്നില്ല. ഓക്കെ, സോ ഫീൽ ഫ്രീ, ഐ എം എ ഫ്രീ പേഴ്സൺ. ഓക്കെ, ഇന്നിങ്ങനെ കുറച്ച് ഒഫീഷ്യൽ ആയിട്ട് ഇങ്ങനെ പോകുന്നേ ഉള്ളൂ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ആൻഡ് ഫൈനലി ക്യാപ്സ്റ്റോൺ പ്രോജക്ട്. ഇത് ടുവേർഡ്സ് എൻഡ്, നിങ്ങളുടെ EP 2.0 ടുവേർഡ്സ് എൻഡ് നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രോജക്റ്റ് ആണ് ക്യാപ്സ്റ്റോൺ പ്രോജക്ട് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ്, ഈ ഒരു പ്രൊജക്റ്റിൽ നിങ്ങളെ കുറിച്ച് തന്നെ ഒരു സ്റ്റോറി നെറേറ്റ് ചെയ്യാൻ നിങ്ങളെ കേപ്പബിൾ ആക്കുക. ഇത് നിങ്ങളുടെ ഒരു പ്രോജക്റ്റ് ആണ്. ദിസ് വിൽ ബി ഇവാലുവേറ്റഡ്. ഇത് ഇവാലുവേറ്റഡ് ആയി. ഓക്കെ, ദാറ്റ് ഈസ് എന്താണ്, നിങ്ങളുടെ ലൈഫിൽ നടന്ന ഏറ്റവും ഒരു ഇമ്പോർട്ടന്റ് ഇവന്റ് വെച്ചിട്ട് നിങ്ങളെ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്ന രീതിയിൽ ഒരു സ്റ്റോറി ഉണ്ടാക്കുക, ഒരു നെറേറ്റ്. നിങ്ങളുടെ എന്താ പറയുക, ആ സ്റ്റോറി, നിങ്ങളുടെ ഒരു നെറേറ്റീവ് ഡിഫൈൻ ചെയ്യാനും നിങ്ങളുടെ സ്റ്റോറി ഔട്ട്ലൈൻ ചെയ്യാനും ത്രൂ ദ ക്ലാസ്സസ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയും. പക്ഷെ ഇപ്പോഴേ പറയുകയാണ്, ദിസ് ഇസ് ഗോയിങ് ടു ബി എ വെരി ഇമ്പോർട്ടന്റ് തിങ്, ക്യാപ്സ്റ്റോൺ പ്രോജക്ട്. സോ ഫ്രം ഡേ 1 തൊട്ടേ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക. ഇത് ഇവാലുവേറ്റഡ് ആവുകയും ദിസ് വിൽ ബി അവാർഡഡ്, ദ ബെസ്റ്റ് പ്രോജക്ട് വിൽ ബി അവാർഡഡ്. ഓക്കെ, സോ എല്ലാവരും ആ ഒരു എന്താണ്, ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലും കൂടി ഇതിനെ കാണുക. അത് നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ മാത്രം വേണ്ടി വെച്ചിരിക്കുന്നതാണ്. ഓക്കെ, ഇതിൽ ഫസ്റ്റ് വരിക, സെക്കൻഡ് വരിക, ദാറ്റ് ഇസ് എൻ അച്ചീവ്മെന്റ്. പക്ഷെ അതിനപ്പുറം ഇതിലെല്ലാവരും ഇപ്പൊ നിൽക്കുന്ന ഒരു ലെവലിൽ നിന്ന് ഇംപ്രൂവ് ചെയ്യും. ദാറ്റ് ഇസ് EP ടീം തരുന്ന ഒരു അഷ്യൂറൻസ് ആണത്. ഓക്കെ, സോ ക്യാപ്സ്റ്റോൺ പ്രോജക്ട് എന്നൊരു സംഗതി നിങ്ങൾക്ക് ഫൈനലി ചെയ്യാൻ ഉണ്ട് എന്നുള്ളത് ഇപ്പോഴേ മനസ്സിൽ വെക്കുക. സോ ഇപ്പൊ തൊട്ടേ അതിന്റെ ഒരു ഗ്രാമർ റെഡിയാക്കണം, സെന്റൻസ് സ്ട്രക്ചർ റെഡിയാക്കണം. എന്നാൽ മാത്രമാണ് നമ്മൾക്ക് നല്ല രീതിയിൽ ഒരു സ്റ്റോറി നെറേറ്റ് ചെയ്യാൻ. ഓക്കെ, ദിസ് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് ഒരു മിനി ഷോർട്ട് ഫിലിം, അല്ലെങ്കിൽ ഒരു മിനി ഫിലിം പോലത്തേക്ക് ഒരു കഥ ഡെവലപ്പ് ചെയ്യാനാണ് നിങ്ങളെ കേപ്പബിൾ ആക്കിയതിന് ശേഷമാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്ട് തരാം. ഓക്കെ, ടു ബി ടുവേർഡ്സ് ദ എൻഡ്. പക്ഷെ ഇമ്പോർട്ടന്റ് ആയതുകൊണ്ട് ഇപ്പോഴേ നമ്മൾ മെൻഷൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഓക്കെ,
ആൻഡ് കമ്മിങ് ടു ഫൈനൽ, ദാറ്റ് ഇസ് ഫൈനൽ അസസ്മെന്റ് ആൻഡ് സർട്ടിഫിക്കേഷൻ. നമ്മൾ വീണ്ടും പറഞ്ഞു, ഇപ്പോഴത്തെ ഒരു ലെവൽ അസസ്മെന്റ്, അതിന് ഇപ്പൊ ഒരു ലെവൽ അസസ്മെന്റ് ഉണ്ട്, അതിന് സർട്ടിഫിക്കേഷൻ ഒന്നുമില്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാനാണ്. ആഫ്റ്റർ 150 days നമ്മളുടെ ഈ ഒരു 150 days ഓഫ് ഡെയിലി ടാസ്കുകളും അറൌണ്ട് 20 or 21 ലൈവ് സെഷൻസ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത്രയും ലൈവ് സെഷൻസിന് ശേഷം നിങ്ങൾക്ക് അസസ്മെന്റ് ഉണ്ടായിരിക്കും. അതിലൊരു കട്ട് ഓഫ് സ്കോർ ഉണ്ടായിരിക്കും. ആ കട്ട് ഓഫ് സ്കോറിന് മുകളിലേക്ക് പോകുന്നവർക്ക് മാത്രമായിരിക്കും സർട്ടിഫിക്കറ്റ്സ് അവൈലബിൾ ആയിരിക്കുക. ഓക്കെ, ആൻഡ് ഇപിയിൽ നമുക്ക് ജസ്റ്റ് ഈ ഒരു ഫൈനൽ അസസ്മെന്റിന് മാത്രമല്ല കേട്ടോ സർട്ടിഫിക്കേഷൻ ഉള്ളത്. ഇത് ആ ഒരു കട്ട് ഓഫ് സ്കോർ ക്രോസ് ചെയ്യുന്ന എല്ലാവർക്കും തന്നെ ഈ ഒരു സർട്ടിഫിക്കേഷൻ കിട്ടും. അത് ബേസിക് ലെവൽ, ഇന്റർമീഡിയറ്റ് ലെവൽ, പ്രൊഫീഷ്യന്റ് ലെവൽ, ഈ 3 ലെവൽസിലായിട്ടായിരിക്കും സർട്ടിഫിക്കറ്റ് തരിക. ദാറ്റ് വിൽ ബി ഡിപ്പെൻഡിങ് ഓൺ ദ ഓൺ യുവർ സ്കോർ. നിങ്ങൾ എത്ര സ്കോർ ചെയ്യുന്നു എന്ന രീതിയിലായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇസ് അവാർഡ്സ് ആൻഡ് സർട്ടിഫിക്കറ്റ്സ്. ഈ സർട്ടിഫിക്കറ്റിന് പുറമെ കുറച്ച് അവാർഡ്സും കൂടെ ഉണ്ട്. കാരണം നിങ്ങൾ കുറച്ച് പേര് കുറെ എക്സ്ട്രാ എഫേർട്ട് ഇടുന്നുണ്ടാവും. സോ ഇടുന്നവരുണ്ടാവും, സർട്ടിഫിക്കറ്റ് ആയിട്ട് തന്നെ കിട്ടും. ഓക്കെ, ഇറ്റ് വിൽ ബി സെൻഡ് ടു യു. പക്ഷെ ഇന്ന് ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ്സ് എല്ലാം തന്നെ ആക്സെപ്റ്റഡ് ആണ് എല്ലാവരും. ഓക്കെ, സോ ഡോണ്ട് വെറി അബൌട്ട് ഇറ്റ്. ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി. ഇത് നിങ്ങളുടെ ലെവൽ അസസ്മെന്റിന്റെ റിസൾട്ട് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് സർട്ടിഫിക്കറ്റ് ഓഫ് പ്രൊഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സർട്ടിഫിക്കറ്റ് യു വിൽ ബി റിസീവിംഗ്. ഇത് ആ ഒരു അസസ്മെന്റ് അറ്റൻഡ് ചെയ്ത് കട്ട് ഓഫ് സ്കോറിന് മുകളിൽ സ്കോർ ചെയ്യുന്ന എല്ലാവർക്കും കിട്ടും. ഈ ഒരു എക്സാക്ട് തന്നെ ആയിരിക്കും എന്നല്ല, ബട്ട് ദിസ് ഇസ് ദ ലെവൽ. നിങ്ങൾക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണാം. ഫസ്റ്റ് സർട്ടിഫിക്കറ്റിൽ ബേസിക് പ്രൊഫിഷ്യൻസി എന്നാണ്, സെക്കൻഡ് സർട്ടിഫിക്കറ്റിൽ ഇന്റർമീഡിയറ്റ് പ്രൊഫിഷ്യൻസി എന്നാണ്, ആൻഡ് ഫൈനലി ഇറ്റ് ഇസ് അഡ്വാൻസ്ഡ് പ്രൊഫിഷ്യൻസി എന്നുള്ള, ഇങ്ങനെ 3 രീതിയിലായിരിക്കും അത് കിട്ടുക. ഓക്കെ, ആൻഡ് ദിസ് ഇസ് എ വാലിഡ് സർട്ടിഫിക്കറ്റ് ആണ്. കാരണം ഇപിയുടെയും ലേൺ വൈസിന്റെയും ലോഗോസ് ഉണ്ട്, ആൻഡ് നമ്മുടെ സിഇഒ ആൻഡ് ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് കോർഡിനേറ്റർ അശോക് സർ ആൻഡ് റേസ് സാറിന്റെയും എന്റെയും സിഗ്നേച്ചർ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. ഓക്കെ, ഞങ്ങളുടെ സിഗ്നേച്ചറിന്റെ വാല്യൂ പറയുന്നതല്ല കേട്ടോ. വെറുതെ ഒരു ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് എവിടെന്നോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്ത് തരുന്നതല്ല, മറിച്ച് നിങ്ങളെ കൃത്യമായി അസസ് ചെയ്തതിന് ശേഷം മാത്രം തരുന്നതാണ് എന്ന് മനസ്സിലാക്കാൻ പറഞ്ഞു. ഓക്കെ, നെക്സ്റ്റ് വൺ ഇസ് ബെസ്റ്റ് ക്യാപ്സ്റ്റോൺ പ്രോജക്ട്സ്. നിങ്ങൾ ക്യാപ്സ്റ്റോൺ പ്രോജക്ട് ചെയ്ത് അതിൽ ബെസ്റ്റ് ആയിട്ട് വരുന്ന മേ ബി 2 or 3, അത് എത്ര പേരാണെന്ന് നമ്മൾ ടുവേർഡ്സ് ദ എൻഡ് പറയും. ഓക്കെ, വിൽ ബി അവാർഡഡ്. യു വിൽ ബി ഗെറ്റിംഗ് എന്താണ് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ്സ് ആയിരിക്കില്ല. യു വിൽ ബി അവാർഡഡ് വിത്ത് മേ ബി ട്രോഫീസ് ഓർ സം അതർ തിങ്സ്. ഓക്കെ, സോ നിങ്ങൾ പഠിക്കാനുള്ള മോട്ടിവേഷന്റെ കൂടെ തന്നെ ഇതൊരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റിലും കൂടെ കാണുക. നെക്സ്റ്റ് ഇസ് ബെസ്റ്റ് ഇഇപി ഡയറീസ്. നമ്മൾ ഇഇപി ഡയറി ഡേ 1 to day 150 കീപ്പ് അപ്പ് ചെയ്യേണ്ടതുണ്ട്. പിന്നെ ഇടയ്ക്കൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ടൈലർ ചെയ്യാം. ഇപ്പോ നമ്മൾ വയ്യാതെ പനി വന്നു, 2 days ഹോസ്പിറ്റലൈസ്ഡ് ആയി, അതൊന്നും നമ്മൾക്ക് എന്താണ് ഇന്നെവിറ്റബിൾ ആണ്, നമ്മൾക്ക് നമ്മുടെ കയ്യിൽ കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണ്. സോ എന്താണ് 3rd day നമ്മൾ ഓക്കെ ആയി വരുന്ന അന്ന് ബാക്കി 2 ദിവസത്തെയും കൂടെ ഇപി ഡയറീസ് ഫില്ല് ചെയ്യുക. അതൊരു വലിയ ടാസ്ക് അല്ല. ഓക്കെ, ബിക്കോസ് ഡെയിലി ടാസ്കുകൾ എല്ലാം തന്നെ ഷോർട്ട് ആണ് എന്ന് നമ്മൾ പറഞ്ഞു. ഡയറീസ് അവാർഡഡ് ആയിരിക്കും. ദാറ്റ് വിൽ ബി ഇവാലുവേറ്റഡ്. ഓക്കെ, നിങ്ങളോട് ഫോട്ടോ അയക്കാൻ പറഞ്ഞോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും ദാറ്റ് വിൽ ബി ഷുവർലി ഇവാലുവേറ്റഡ്. സോ ദാറ്റ് ഇസ് ഹൗ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി. ഇങ്ങനെയൊക്കെയാണ് നമ്മളുടെ ഒരു ഇഇപിയുടെ കഥ എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങളൊരു 2-3 കാര്യമാണ് എന്താണ് സ്റ്റിക്ക് ഓൺ ചെയ്യേണ്ടത്. ഫസ്റ്റ് തിങ്, എന്തൊക്കെ സംഭവിച്ചാലും ഡെയിലി ടാസ്കുകൾ ചെയ്യും എന്ന് ഉറപ്പുവരുത്തുക. ഒരു 10 minutes മതി. ഒന്നില്ലെങ്കിൽ രാവിലെ എണീറ്റ പാടെ തന്നെ, അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതിനേക്കാൾ മുമ്പ് എപ്പോഴെങ്കിലും. ഓക്കെ, മേക്ക് ഷുവർ യു സ്പെൻഡ് അറ്റ്ലീസ്റ്റ് 15 minutes. ഓക്കെ, ഓൾറെഡി നമ്മൾക്ക് ഈ ഒരു ഇപി പ്രോഗ്രാമിലൂടെ ഒരുപാട് ഇംപ്രൂവ്മെന്റ് ഫ്രം ദ സ്ക്രാച്ച്, ഒന്നുമില്ലാത്ത ബേസിക്സ് പോലും ഇല്ലാത്ത ആൾക്കാർ സ്റ്റോറിയും ഫോംസും എഴുതിയ ഹിസ്റ്ററി നമുക്കുണ്ട്. വി ഓൾറെഡി പ്രൂവ് ദാറ്റ് ഇപി ഇസ് എ വർക്കിംഗ് മെക്കാനിസം. ഓക്കെ, സോ അതുകൊണ്ട് തന്നെ എന്തൊക്കെ സംഭവിച്ചാലും കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ടാസ്കുകൾ ചെയ്യുക. സ്റ്റിക്ക് ഓൺ ടു ഇറ്റ്. ഇഇപി ഡയറീസ് ഫില്ല് ചെയ്യുക. ഓക്കെ, ലൈവ് സെഷൻസ് പറ്റുന്നതും ലൈവ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. എന്നാലേ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനും. ഇനി റെക്കോർഡഡ് സെഷൻസ് കാണലും ബോറിംഗ് ആണ്. ബിക്കോസ് എന്താണ് പറയുന്നത് ഓൾറെഡി കഴിഞ്ഞതും പിന്നെ ഇടയിലെ ചാറ്റ്സ് വായിക്കുന്നതൊക്കെ ആയിട്ട് വളരെ ബോറിംഗ് ആയി തോന്നും. സോ ലൈവ് സെഷൻസ് കഴിയുന്നതും ലൈവ് ആയിട്ട് തന്നെ അറ്റൻഡ് ചെയ്യുക. ആൻഡ് ബി കോൺഫിഡന്റ്. ക്ലാസ്സസിൽ ഇന്ററാക്ട് ചെയ്യുക. നിങ്ങൾ ക്ലാസ്സിൽ എത്ര ഇന്ററാക്ട് ചെയ്യുന്നു അതനുസരിച്ച് മാത്രമാണ് നമ്മുടെ ക്ലാസ് മുന്നോട്ട് പോവുക. ആൻഡ് നിങ്ങൾ ഉണ്ടാക്കുന്ന തെറ്റുകളിലൂടെ മാത്രമാണ് നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റുക. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ്സ് ഓൾ ക്ലിയർ. ഇപി ടീമിന്റെ ഭാഗത്തു നിന്നും പേഴ്സണലി ഞാനായിരിക്കും നിങ്ങളുടെ ഫാക്കൽറ്റി. സോ എന്റെ ഭാഗത്തു നിന്നും വി ആർ ഓപ്പൺ ടു ഗിവ് യു എവറി സപ്പോർട്ട്. നിങ്ങൾക്ക് വേണ്ട രീതിയിലുള്ള എല്ലാ സപ്പോർട്ടും നമ്മൾ തരും.
ഈവൻ ലാസ്റ്റ് EP1 നമ്മൾ പ്രോഗ്രാം സ്ട്രക്ചർ ചെയ്തിരുന്നു. ബട്ട് സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നുള്ള സജഷൻസ് നമ്മൾ പിന്നീട് എന്താണ് വേണ്ട രീതിയിൽ ചെറിയ ഓൾട്ടറേഷൻസ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബിക്കോസ് നിങ്ങളുടെ സജഷൻസും ഫീഡ്ബാക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. സോ ത്രൂ ദ ജേർണി നിങ്ങൾക്ക് ഉള്ള എല്ലാ കൺസേൺസും മെന്റേഴ്സിനെ അറിയിക്കുകയോ ലൈവ് സെഷൻസിൽ എന്നോട് പറയുകയോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, സോ വൺസ് അഗെയിൻ താങ്ക് യു ഓൾ. അപ്പോൾ നമ്മൾ ഈ ഇപിയുടെ കാര്യങ്ങളൊക്കെ നമ്മൾ ഹംന മാം പറഞ്ഞു. അപ്പൊ ഞാൻ നമ്മുടെ ആപ്പിലോട്ട് എങ്ങനെയാണ് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കുക എന്ന് പറയാം. ഇപ്പൊ ഞാൻ ഇതൊരു നമ്മളൊരു സ്ക്രീൻഷോട്ട് എടുത്തിരിക്കുകയാണ്. നമ്മുടെ MA സൈക്കോളജിയുടെ ഒരു MA സൈക്കോളജിയുടെ ഒരു നമ്മുടെ ആപ്പ് ആയതുകൊണ്ടാണ് പ്രാക്ടിക്കലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾ ഏത് സ്റ്റോർ പർച്ചേസ് ചെയ്ത ആളാണെങ്കിലും അല്ലെങ്കിൽ ഏത് കോഴ്സ് ആണെങ്കിലും ഏത് ഇയർ ആണെങ്കിലും ഇറസ്പെക്റ്റീവ് ഓഫ് ഓൾ ദീസ് അതൊന്നും നമുക്ക് മാറ്റർ അല്ല. എല്ലാ സ്റ്റോറിലും നമുക്ക് ഈ EP ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞൊരു ഫോൾഡർ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങളുടെ സ്റ്റോറിൽ മെയിൻ ഫ്രണ്ട് എൻഡിൽ തന്നെ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന നിങ്ങളുടെ കോണ്ടന്റിന്റെ അടിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സോഷ്യോളജി എടുത്ത ലേണർ ആണെങ്കിൽ സോഷ്യോളജിയുടെ സബ്ജക്ട്സിന്റെ അടിയിലായിട്ട്, അല്ലെങ്കിൽ ഹിസ്റ്ററി ആണെങ്കിൽ ഹിസ്റ്ററിയുടെ, എക്കണോമിക്സ് ആണ് എക്കണോമിക്സ്, ഏത് കോഴ്സ് എടുത്താലും അതിൽ ആപ്പിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇംഗ്ലീഷ് എൻറിച്ച്മെന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഒരു ഫോൾഡർ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ആ ഫോൾഡറിൽ നിങ്ങൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാം കുറച്ച് ബേസിക് ആയിട്ടുള്ള വീഡിയോസ്, റൈറ്റിംഗ് എന്ന് പറഞ്ഞ വീഡിയോസിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അക്കാഡമിക് റൈറ്റിംഗ് എന്ന് പറഞ്ഞ വീഡിയോസ് അവൈലബിൾ ആയിരിക്കും. അതുകൂടാതെ EP1 അതുപോലെ EP2. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റ് ഇയർ ലേണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ പറയും ഇതൊക്കെ ഇത്രയും നടന്നിട്ടുണ്ടോ എന്ന് പറയും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം EP1.0 പറഞ്ഞിട്ട് നമുക്ക് 42 വീഡിയോസ് പറഞ്ഞത് 300 ഡേയ്സിന്റെ പ്രോഗ്രാം ആയിരുന്നു. ഇപ്പൊ ഹംന മാം കുറച്ച് മുന്നേ പറഞ്ഞു നിങ്ങളോട് നമുക്ക് 21 സെഷൻസ് ആണ് 150 ദിവസം ആവുന്നുണ്ട് ഉണ്ടാവുക. നമ്മൾ 300 ഡേയ്സിന്റെ പ്രോഗ്രാം ആയിരുന്നു. 42 സൂം മീറ്റിംഗ് വൈസ് ലൈവ് സെഷൻസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ വീഡിയോസ് നിങ്ങളുടെ ആപ്പിൽ എല്ലാവരുടെ ആപ്പിലും നമുക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം അതിൽ അവൈലബിൾ ആക്കി. ഇപ്പൊ നമ്മൾ EP2.0 കുറച്ചുകൂടി സ്ട്രക്ചേർഡ് ആയിട്ടാണ്. അപ്പൊ നിങ്ങൾ നോക്കേണ്ടത് EP2.0 എന്ന് പറഞ്ഞ നമ്മളുടെ ആ ഒരു ഫോൾഡർ ആണ്. ഇവിടെ അക്കാഡമിക് റൈറ്റിംഗ് കാണും കേട്ടോ. ഈ അക്കാഡമിക് റൈറ്റിംഗ് നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് എങ്ങനെ ഒരു എസ്സേ റൈറ്റ് ചെയ്യുക, എങ്ങനെ ഒരു ലെറ്റർ റൈറ്റിംഗ് വരിക, അങ്ങനത്തെ കാര്യങ്ങളെ കുറിച്ചുള്ള 3 വീഡിയോസ് അതിൽ അവൈലബിൾ ആയിരിക്കും. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി EP നെക്സ്റ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വരുന്ന കണ്ടന്റ്സ് എന്ന് പറഞ്ഞാൽ ഓൾ അബൌട്ട് EP എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇപ്പൊ EP ഡയറി ഉണ്ടായിരിക്കും, ക്യാപ്സ്റ്റോൺ പ്രോജക്ട് ഉണ്ടായിരിക്കും, അതുപോലെ ഫൗണ്ടേഷൻ ബിൽഡിംഗ് Day 1 to 30. ഇനി അതൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയണ്ട, ഇതിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഏതൊക്കെയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആപ്പിൽ ഇത് എങ്ങനെ ഇതിന്റെ വിസിബിലിറ്റി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് കാണാം. ഇപ്പൊ ഓൾ അബൌട്ട് EPയിൽ നമ്മുടെ ഹംനാമ പറഞ്ഞ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്താണെന്നൊക്കെ, ഇപ്പൊ ഇതിന്റെ ഇടയിൽ എന്തൊക്കെയാണ് നമ്മൾ EPയിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ എന്തൊക്കെയാണ് ആ ഒരു ഡെയിലി ടാസ്കിൽ വരുന്ന കാര്യങ്ങൾ, ഈ പറഞ്ഞ ലെവൽസ് 5 ലെവൽ ഉണ്ട്. നിങ്ങൾക്ക് സർട്ടിഫിക്കേഷന്റെ കാര്യങ്ങൾ, പ്രോജക്ട് കാര്യങ്ങളെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ ഫോൾഡർ എടുത്ത് നോക്കി കാണാൻ പറ്റും. ഇതിനിടയിൽ ആരോ ചോദിച്ചു EP ഡയറിയുടെ കുറിച്ച്. EP ഡയറിയിൽ ഹംനാമ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ. ഇഫ് നോട്ട് നമ്മളുടെ EP ഡയറിയിലുള്ള ഈ ഒരു ഫയലിൽ നിങ്ങൾക്ക് എന്താണ് കൃത്യമായിട്ട് അത് പറയുന്നത്. ഇനി ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ആദ്യം ഫൗണ്ടേഷൻ ബിൽഡിംഗ് ഡേയ്സ് 1 to 30 ആണ് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കാണാം, week 1 to നമുക്കറിയാം 1 to 30 ഡേയ്സ് ആണ്. 30 ഡേയ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് 4 വീക്കാണ് ഉണ്ടായിരിക്കുക. week 1, week 2, week 3, week 4 എന്ന് പറഞ്ഞിട്ടായിരിക്കും. അപ്പൊ നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പോകേണ്ടത് നമ്മൾ EP2.0 പോയി കഴിഞ്ഞു, ഫൗണ്ടേഷൻ ഡേയ്സിൽ പോയി കഴിഞ്ഞു. അവിടെ എവിടെയാണ് week 1 നിങ്ങൾ എന്താ പറയാ ആദ്യം തന്നെ പോകേണ്ടത്. week 1 നിങ്ങൾക്ക് അറിയാം നമ്മൾ ഒരു വീക്ക് പറഞ്ഞ 7 ദിവസങ്ങളാണ്. ഇപ്പൊ Day 1, Day 2, Day 3, Day 4, Day 5, Day 6, Day 7 കൊണ്ട് 7 ദിവസത്തെ ഫോൾഡറുകൾ നിങ്ങൾക്ക് ഓരോ വീക്കിലും ഉണ്ടാവും. ഓക്കെ, ഇനി അത് കഴിഞ്ഞാൽ ആ ഒരു ഫോൾഡർ Day 1 എടുത്തു കഴിഞ്ഞാൽ എന്താണ്, ഇപ്പൊ ഹംന മാം നിങ്ങൾക്ക് കാണിച്ചു തന്നു ഒരു ദിവസത്തെ ആക്ടിവിറ്റി എന്താണ് പറഞ്ഞ PDF കാണിച്ചു തന്നു. ആ PDFിലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിരിക്കും. ആൻഡ് Day 1 EP ഓഡിയോ, Day 1 EP ഓഡിയോയിൽ പറഞ്ഞു നിങ്ങൾക്ക് ഈ ടാസ്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു കൃത്യമായിട്ടുള്ള ഒരു വോയിസ് നോട്ട് നിങ്ങൾക്ക് വാട്സ്ആപ്പ് മെസ്സേജ് വഴി നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും എന്ന് പറഞ്ഞു. ആ വോയിസ് നോട്ട് നമ്മളുടെ ആപ്പിലും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾക്ക് വാട്സ്ആപ്പിൽ നിങ്ങൾക്ക് വേണ്ട, അല്ലെങ്കിൽ നിങ്ങളുടെ ആപ്പിലും കൃത്യമായിട്ട് എന്താണ് ആ ഒരു സിംഗിൾ ഡേ, ആ ഒരു ദിവസത്തെ എന്താണ് നിങ്ങൾ ഈ ആക്ടിവിറ്റിയിൽ ചെയ്യേണ്ട കാര്യം എന്നുള്ളത് കൃത്യമായിട്ട് പറയുന്ന ഒരു വോയിസ് നോട്ട് നിങ്ങൾക്ക് Day 1 അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അങ്ങനെ നിങ്ങൾക്ക് Day 1, Day 2, Day 3, Day 4 എല്ലാ ദിവസവും ഇപ്പൊ Day 7 വരെയുള്ളതൊക്കെ അത് കിട്ടും. ആൻഡ് ആഫ്റ്റർ കംപ്ലീറ്റിംഗ് ഈ 7 ദിവസത്തെ നിങ്ങളുടെ ഡേയ്സ്, 7 ദിവസത്തെ ടാസ്ക് ഇപ്പൊ ഹംന മാം പറഞ്ഞു നിങ്ങൾക്ക് ഫ്രൈഡേ മുതൽ സ്റ്റാർട്ട് ചെയ്യും. ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, അങ്ങനെ ആ 7 ദിവസത്തെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു വീക്കത്തെ EP അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് week 1 എന്ന് വെച്ചാൽ ആ ദിവസം നിങ്ങൾ പഠിച്ചതിന്റെ ബേസിലായിട്ട് നിങ്ങൾക്ക് ഒരു അസസ്മെന്റ് ഉണ്ടാവും. അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. ആൻഡ് അതിനുശേഷമായിരിക്കും നമുക്ക് എന്ത് വരാം, നിങ്ങൾക്ക് ആ ഒരു ലൈവ് സെഷൻസ് അവൈലബിൾ ആയിട്ട് ഉണ്ടാവുക. ഓക്കെ,
അത് കഴിഞ്ഞിട്ട് നമ്മൾ പറഞ്ഞു അതാണ്. അപ്പൊ നമ്മൾ ഫൗണ്ടേഷൻ ബിൽഡിംഗ് ഡേ 1 to 30 നമ്മൾ 30 ദിവസത്തിന്റെ ആയതുകൊണ്ട് 4 വീക്ക് ഉണ്ടാവുക. കാരണം 7 ദിവസം വെച്ചിട്ട്. അപ്പൊ 4 വീക്കിൽ ഒരു വീക്കിന്റെ ഉള്ളിൽ നിങ്ങൾ ഫോൾഡറിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 ദിവസങ്ങൾ കാണാം. ആ ഡേ 1ന്റെ ഉള്ളിൽ നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ അതാത് ദിവസത്തെ ആ വീക്ക് 1 അങ്ങനെ നോക്കണം കേട്ടോ. ഡേറ്റ് വെച്ചിട്ടല്ല നോക്കണ്ടേ. വീക്ക് 1 എന്നുള്ള ഇതാണ് നോക്കണ്ടേ. വീക്ക് 1ൽ ഡേ 1ൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ വെള്ളിയാഴ്ച ഫ്രൈഡേ ആണ് അതിൽ ഫസ്റ്റ് ടാസ്ക് അതിൽ അപ്ലോഡഡ് ആവുക. ഫ്രൈഡേ മുതൽക്കായിരിക്കും. നമ്മൾ മെയിൻലി നിങ്ങൾക്ക് ഇപ്പോൾ നമുക്കിപ്പോൾ ഇതൊരു വിർച്വൽ ആയിട്ടുള്ള കാര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആപ്പിൽ ഒരു ഇഷ്യൂസും കാര്യങ്ങളൊന്നും വരാതിരിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരു വീക്കിലെ ടാസ്ക് നമ്മൾ എന്തായാലും മുൻകൂട്ടി തന്നെ ആ ഒരു ഇപ്പൊ ഫ്രൈഡേ ആകുമ്പോഴത്തേക്കും ആ ഒരു വീക്ക് 1ലെ എല്ലാ ഡേയ്സിലുള്ള ടാസ്ക് നമ്മൾ നിങ്ങൾക്ക് വേണ്ടി അവൈലബിൾ ആക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ഒരു വീക്കിലെ കാര്യങ്ങൾ ഒരുമിച്ച് നമ്മൾ എന്ത് ചെയ്യും അവൈലബിൾ ആക്കാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത് കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഇവിടെ നമ്മൾ ഓൾ അബൌട്ട് EP ലേണർ ജേർണി ഗൈഡ് ഉണ്ടായിരിക്കും. എന്തൊക്കെയാണ് ഇപ്പോൾ ഒബ്ജക്റ്റീവ്സോ ഇപ്പൊ ഹംന മാം പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതുപോലെ EPയുടെ ഫീച്ചേഴ്സ്, അസസ്മെന്റ്, ഫേസ് സർട്ടിഫിക്കേഷൻ, ഈ പറഞ്ഞ കാര്യങ്ങളുടെ ഒക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കാം നിങ്ങളുടെ ആപ്പിൽ. ഒന്നും കൂടി പറയാണ്, ഇന്ന് മുതൽക്കല്ല, നിങ്ങൾക്ക് ഫ്രൈഡേ മുതൽക്കാണ് നിങ്ങളുടെ ആപ്പിലെല്ലാം ഈ കോണ്ടന്റ് എല്ലാം അവൈലബിൾ ആയി തുടങ്ങുക കേട്ടോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. അതിനുശേഷം EP ഡയറി എന്താ, നിങ്ങൾ EP ഡയറിയുടെ ഫോൾഡർ നോക്കിക്കഴിഞ്ഞാൽ അതിൽ കാണാം EP ഡയറിയുടെ ടെംപ്ലേറ്റ്. ഹംന മാം നിങ്ങളോട് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പറഞ്ഞ ടെംപ്ലേറ്റ് അത് കാണിക്കാം. അതിലൊരു ജസ്റ്റ് ഒരു വിഷ്വലൈസേഷനും കൂടി, ഒരു അനിമേഷൻ വിഷ്വലൈസേഷനും കൂടി നിങ്ങൾക്ക് അതിന്റെ കൂടെ കാണാൻ പറ്റും. നിങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ. ആൻഡ് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റിൽ എന്താണ് ക്യാപ്സ്റ്റോൺ പ്രോജക്റ്റ്, എന്താണ് അതിന്റെ ഒരു ഗൈഡ്, അതിന്റെ ഒരു കാര്യങ്ങളെ മെൻഷൻ ചെയ്യുന്ന ഒരു ഗൈഡും നിങ്ങൾക്ക് അതിൽ അവൈലബിൾ ആയിരിക്കും. ആൻഡ് ഇവിടെ നമ്മൾ കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കൃത്യമായിട്ട് എന്താണ് പ്രോജക്റ്റ്, എന്താണ് അല്ലെങ്കിൽ എന്താ കാര്യങ്ങൾ എന്നൊന്നും പറഞ്ഞിട്ട് ഹംന മാം ഡീറ്റെയിൽ ആയിട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് ഇനി അത് പറയേണ്ട കാര്യമില്ല എന്നുള്ളതുകൊണ്ടാണ് പറയാതെ. ഇവിടെ ഇത് കാണിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആപ്പിൽ ഈ കാര്യങ്ങൾ അവൈലബിൾ ആകുന്ന പോലെ തന്നെ നിങ്ങൾക്ക് എന്തിരിക്കും, നിങ്ങളുടെ വാട്സപ്പിൽ നിങ്ങളുടെ മെന്റേഴ്സോ അല്ലെങ്കിൽ സ്റ്റുഡന്റ് സക്സസ് ഡിവിഷൻ, വിത്തൗട്ട് മെന്റർഷിപ്പ് ആണെങ്കിൽ സ്റ്റുഡന്റ് സക്സസ് ഡിവിഷനിലുള്ളവരോ ആയിട്ടുള്ള നമ്മുടെ ഫാക്കൽറ്റീസ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഡീറ്റെയിൽസ് ഓരോ ദിവസത്തെ ഈ ഒരു എന്താണ് ആ ഡേറ്റ ആക്ടിവിറ്റി എന്നും അതിന്റെ വോയിസ് നോട്ട് നിങ്ങൾക്ക് എന്തായിരിക്കും നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് ആയിട്ട് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ഇത് കൂടാതെ തന്നെ ഒരു 1 വീക്ക് പ്രയർ ആയിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, അതിന്റെ കോണ്ടന്റ് ഒക്കെ നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആയിരിക്കും. ഇങ്ങനെയാണ് നമ്മുടെ ആപ്പ് ഇതിനു വേണ്ടി സ്ട്രക്ചർഡ് ആയിരിക്കുന്നത്. നമ്മൾ കൃത്യമായിട്ട് ഒരു എന്താ പറയുക, ഒരു ദിവസം ഇന്നത് ചെയ്യാന്നല്ല, ഈ 150 ഡേയ്സിലെ ഓരോ സിംഗിൾ ഡേയും എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായി ഒരു ഐഡിയ, ഒരു പ്ലാൻ ചെയ്തിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ EP 2.0 എന്ന് പറഞ്ഞൊരു ഇതുകൊണ്ട് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഈ ഒരു ജേർണി ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ ഏറ്റവും മാക്സിമം നിങ്ങളുടെ എഫേർട്ട് ഇടുക. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് എന്താ പറയുക, ഇതിന്റെ നമുക്ക് ഇനി ഇതില് എല്ലാ വീക്കെൻഡിലും അല്ലെങ്കിൽ എല്ലാ വീക്ക് സൂം മീറ്റിംഗും നമ്മൾ മീറ്റ് ചെയ്യും ഹംന മാമിന്റെ കൂടെ. അത് കഴിഞ്ഞ് 150 ഡേയ്സ് കഴിഞ്ഞ് നമ്മളുടെ ആ ഒരു ഫൈനൽ ആ ഒരു എന്താ പറയുക ഫിനാലെ പോലെ EP 2.0 ഫിനാലയിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള നിങ്ങളുടെ സ്പീച്ചുകൾ ഇംഗ്ലീഷിൽ പറയാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരായി മാറട്ടെ എന്ന് വിഷയാണ്. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഇത് ഏറ്റവും ഫ്രൂട്ട്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റട്ടെ. എന്താ പറയാ, എല്ലാ ഡേയ്സിലെ ടാസ്കും അന്ന് തന്നെ ചെയ്യാൻ പറ്റട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു. ഒറ്റ കാര്യം കൂടെ പറയാൻ വന്നതാണ്. അതായത് പിന്നീട് ഇരുന്നപ്പോഴാണ് ഒറ്റ കാര്യം കൂടെ ഈ ലേണേഴ്സിലേക്ക് എത്തിക്കാൻ തോന്നിയത്. ഒന്നാമത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നും ഇന്ന് നമുക്ക് ചെയ്യണ്ട, കാരണം ഇന്ന് ഒരുപാട് തിരക്കുണ്ടായിരുന്നു, ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, അതുകൊണ്ട് തൽക്കാലം ഇന്നത്തെ നമുക്ക് സ്കിപ്പ് ചെയ്യാം, ഇന്ന് EP-യിൽ നമുക്ക് ചെയ്യേണ്ടെന്നെല്ലാം തോന്നിയേക്കാം. ഇതിനാണ് 1% പ്രിൻസിപ്പിൾ എന്ന് പറയാം. അത് നിങ്ങൾ ഒരു ദിവസം ചെയ്യാമെന്ന് വിചാരിച്ചൊരു കാര്യം നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഉണ്ടാവുന്ന റിസൾട്ട് ചെയ്തെങ്കിൽ, അതായത് ഈ കാണുന്ന 1 എന്നുള്ളതിന് നേരെയുള്ള ഡോട്ടഡ് ലൈൻസ് എന്ന് പറയുന്നത് നിങ്ങൾ ആ 1-ൽ നിൽക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ആ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ആണ്. അതേ സ്ഥാനത്ത് ഒരു ദിവസം നിങ്ങൾ 1%, ഒരൊറ്റ ശതമാനം നിങ്ങൾ അധികം ചെയ്യുകയാണെങ്കിൽ, ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ 37 തവണ അല്ലെങ്കിൽ 37 മടങ്ങ് റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കാണിക്കുന്നത്. സോ ചില ദിവസങ്ങളിൽ പറ്റില്ല എന്ന് തോന്നിയാലും, നിങ്ങൾക്ക് ഒഴിവാക്കാൻ തോന്നിയാലും, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയെങ്കിലും, എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും അതിൻ്റെതായുള്ള തിരക്കുകളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ ഉണ്ട്. അതിനിടയിലൂടെയാണ് നിങ്ങൾ പഠിക്കാൻ സമയം കണ്ടെത്തുന്നത്. എന്നിരുന്നാലും EP-യുടെ കാര്യത്തിലേക്ക് വരുമ്പോഴും, അതുപോലെ നിങ്ങളുടെ മറ്റ് അക്കാഡമിക്സ് കാര്യത്തിലേക്ക് വരുമ്പോഴും, ആ 1% 1% ചെയ്താൽ അതിന്റെ മാറ്റം നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ കാണാൻ പറ്റുന്നുള്ള ഒറ്റ കാര്യം കൂടെ റിമൈൻഡ് ചെയ്തുകൊണ്ട് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു.